Good morning. Dilna mute. Okay, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, which is nursing administration. Nursing administration. Chapter 17, nursing administration. Okay, start ചെയ്തോട്ടെ. Introduction പാർട്ട് നോക്കിക്കോളൂ. Nursing is a profession that offers services which benefit the health and well-being of people. Okay, nursing എന്ന് പറഞ്ഞാൽ എന്താണ്? പീപ്പിൾസിന്റെ ആളുകളുടെ എന്താണ് അവരുടെ ഹെൽത്തിനും അവരുടെ വെൽബീയിങ്ങിനും ആവശ്യമായ സർവീസ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്, സർവീസസ് നൽകുന്ന ഒരു പ്രൊഫഷനാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? അവരുടെ ഹെൽത്ത് ഓക്കെ ആക്കുന്നതിനും അതേപോലെ തന്നെ വെൽബീയിങ്ങിനും ആവശ്യമായ സർവീസുകൾ നൽകുന്ന ഒരു പ്രൊഫഷനാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ is a leadership position in a specific healthcare environment. ഒരു എന്താണ് ഹെൽത്ത് കെയർ എൻവയോൺമെന്റിലെ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, the definition of administration refers to the collection of people who are in charge of making and applying laws and norms, or those in leadership position who come for important tasks such as staffing process. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്? നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാ ചെയ്യുന്നത്? സ്റ്റാഫിംഗ്. ഓക്കെ, ആളുകൾ എന്ത് ചെയ്യുന്നു? സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുക, അവർ അപ്പോയിന്റ് ചെയ്യുക, ആ ഒരു പ്രോസസ് ചെയ്യുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ചില പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തൊക്കെയാണ്? ധാരാളം ആപ്ലിക്കേഷൻസ് ലഭിക്കും. അതിൽ നിന്ന് എന്താണ് കറക്റ്റ് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണെ തിരഞ്ഞെടുക്കുന്നു, അവരെ അനലൈസ് ചെയ്യുന്നു, അതിനുശേഷമാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. ഓക്കെ, ഡിസിഷൻ എടുക്കുക, അതേപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലോസ് ആൻഡ് നോംസ്, ഓക്കെ, നിയമങ്ങൾ എന്ത് ചെയ്യുക? ക്രമീകരിക്കുക, ഓരോ സ്റ്റാഫുകളെയും അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ്, ഒരു കൂട്ടം ആളുകളെയാണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികൾക്ക് അവരുടെ ഹെൽത്തും വെൽബീയിങ്ങും എന്താണ് അവർ അതിനാവശ്യമായ സർവീസുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? സ്റ്റാഫിംഗ്, അതേപോലെ തന്നെ സ്റ്റാഫിംഗ് പ്രോസസ്, ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രമീകരിക്കുക, സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇതിനൊക്കെ ഉത്തരവാദിത്വമുള്ള ഒരു കൂട്ടം ആളുകളെയാണ് എന്ത് പറയുന്നത്? നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്തോ ഞാനിപ്പോ ക്ലിയർ ചെയ്ത ക്ലാസ്സില് മാം മുന്നെടുത്ത് പോകുമ്പോ തീർന്നിട്ടില്ലല്ലോ. അതിന് മിസ് എടുക്കുന്നില്ലേ അബ്രീവിയേഷൻസ്? അതിന് മുന്നേ റൂട്ട് വേർഡ്സ് മിസ് അല്ലേ എടുക്കണേ? അല്ലല്ല, മിസ് എടുക്കോട്ടെ, കഴിയുന്നതിനനുസരിച്ച് എടുത്തോളൂ. മറ്റേ പ്രിഫിക്സും സഫിക്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള്. ഓക്കെ, റൂട്ട് വേർഡ്സ് അതേപോലെ അബ്രീവിയേഷൻ ഒക്കെ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് എന്താണ് റീഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതിന്റെ തന്നെ എക്സ്പാൻഡഡ് ഫോം പഠിക്കുക, അതിന്റെ മീനിങ് പഠിക്കുക.
അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കണ്ടെത്തുക, അത് പഠിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി പാർട്സുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് നോട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ചാപ്റ്റർ 17 നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ അവർ ചെയ്യുന്ന അവരുടെ ടാസ്ക് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് സ്റ്റാഫിംഗ്. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ? നോക്കിക്കോളൂ. Staffing means the continuous process of searching, choosing, analyzing and creating working relationship with present or future employees. എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്? സ്റ്റാഫുകളെ, ഓക്കെ, ഈ നേഴ്സായിട്ട് വരുന്ന സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു? തെരഞ്ഞെടുക്കുക, അവരെ കണ്ടെത്തുക, അവരെ അപ്പോയിന്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഒരു ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ആവശ്യമായിട്ടുള്ള നേഴ്സുകളെ കണ്ടെത്തുകയും അവരെ നിയമിക്കുന്നതും ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫിംഗ് പ്രോസസ് എന്താ? Staffing process involves manpower planning to have the right person in the right position. That means staffing process consists of identifying the type and amount of nursing care needed by the patient and selecting and appointing personnel from the obtainable applicants. ഓക്കെ, എന്തെങ്കിലും ഒരു റാൻഡം ബേസിലാണോ നേഴ്സസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഓരോ സ്റ്റാഫിനെയും റാൻഡം ബേസിലാണോ അപ്പോയിന്റ് ചെയ്യുന്നത്? ആണോ? അവരെന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ഓരോ സ്റ്റാഫുകൾ ആപ്ലിക്കേഷനിൽ നിന്നും ആപ്ലിക്കൻസിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും അവരെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലെ? ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സസിനെയാണ് ഫൈനലി അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ഈ ഒരു പ്രൊസീജിയറിനെയാണ് ജിൻസി ഡൗട്ട്സ് ആണോ? ഡൗട്ട്സ് ഉണ്ടോ എന്തെങ്കിലും? അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ എന്താണ്? റൈറ്റ് പൊസിഷനിലേക്ക് ആര് വേണം? റൈറ്റ് പേഴ്സൺ വേണം. റൈറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ ആ റൈറ്റ് പൊസിഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ സ്റ്റാഫിംഗ് എന്താണ്? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഫുകളെ, ജീവനക്കാരെ എന്താണ് കണ്ടെത്തുക, അവരെ നിയമിക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ സ്റ്റാഫിംഗ് പ്രോസസ് എന്താണ്? നമ്മൾ സ്റ്റാഫുകളെ കണ്ടെത്തി വെറുതെ അപ്പോയിന്റ് ചെയ്താൽ പോരാ അല്ലെ? അവര് ഹൈലി ക്വാളിഫൈഡ് ആണ്. ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. സ്റ്റാഫിംഗ് ഈസ് എ ലോജിക്കൽ ഓപ്പറേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്. ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞ പോലെ റാൻഡം ആയിട്ടല്ല ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതിന് മെയിൻ ആയിട്ട് 2 ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാണ് 2 ഫാക്ടേഴ്സ്? ഫസ്റ്റ് വൺ എന്താണ്? Recognizing the type and amount of nursing care required by the patient. ഓക്കെ, ഒരു പേഷ്യന്റിന് ഏത് രീതിയിലുള്ള കെയർ ആണോ വേണ്ടത് ആ കെയർ നൽകാൻ എന്താണ് പ്രാപ്തയായിട്ടുള്ള നേഴ്സിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അവരെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. ഓക്കെ, അതായത് ഒരു ഹെൽത്ത് കെയറിൽ, ഒരു ഹോസ്പിറ്റൽസിൽ ഏത് സ്റ്റാഫിനെയാണോ, ഏത് ഫീൽഡിലെ വർക്ക് ചെയ്യാനായിട്ടുള്ള സ്റ്റാഫിനെയാണോ വേണ്ടത് അത്തരം എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളവരെ കണ്ടെത്തുകയും അവരെന്ത് ചെയ്യുക? നെക്സ്റ്റ് എന്താ പറയുന്നത്? സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിങ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ ആപ്ലിക്കൻസ്. അതിൽ നിന്നും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, ഈ 2 ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. ഏത് ഫീൽഡിലാണോ, ഏത് ഏരിയയിലാണോ, പലതരത്തിലുള്ള സ്റ്റാഫുകൾ ഉണ്ട് അല്ലേ? രജിസ്റ്റേർഡ് നേഴ്സസ് ഉണ്ട്, അതേപോലെ തന്നെ അനസ്തെറ്റിസ്റ്റ് നേഴ്സസ് ഉണ്ട്. അവരെന്താണ് അനസ്തീഷ്യ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും അവർക്ക് ട്രെയിനിങ് ലഭിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ഏത് ഫീൽഡിലാണോ സ്റ്റാഫുകളെ വേണ്ടത് അത് കണ്ടെത്തുക, അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുക. ക്ലിയർ ആണോ? 2 പോയിന്റ്. Then aim of nursing administration conduct on 3 basic element. Okay, nursing administrationന്റെ പ്രധാനപ്പെട്ട 3 എയിംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലക്ഷ്യങ്ങൾ, അതിന്റെ എയിമുകൾ ഏതൊക്കെയാ? പ്രധാനപ്പെട്ട 3 എലമെന്റ്സ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്? ഫസ്റ്റ് എയിം എന്താണ്? ഉയർന്ന നിലവാരത്തിലുള്ള ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക.
അതാണ് ഫസ്റ്റ് എയിം. രണ്ടാമത്തെ എന്താ? എ സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് എ ചാൻസ് ടു ഡെവലപ്പ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. ഓക്കെ, സ്റ്റാഫുകളുടെ നോളജും അവരുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വർക്ക് പ്ലേസ്, ഓക്കെ, ഒരു ഹെൽത്തി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. Then third one നോക്കിക്കോളൂ. A management process causing an efficient and effective pattern of nursing care services in the most frugal manner. ഫ്രൂഗൽ മാനർ മീൻസ് എന്താണ്? ചെലവ്, എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം റിസോഴ്സുകൾ എന്താണ് യൂസ് ചെയ്തുകൊണ്ടുള്ള നേഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? 3 എയിംസ് എന്തൊക്കെയാണ്? നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ 3 എയിമുകൾ എന്തൊക്കെയാ? ഹൈ ക്വാളിറ്റിയുള്ള നേഴ്സിംഗ് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വർക്ക് പ്ലേസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെന്തായിരുന്നു? ചെലവ് കുറച്ചുകൊണ്ട് മാക്സിമം റിസോഴ്സസുകൾ എന്താണ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു നേഴ്സിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഈ 3 എയിമാണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. Then important elements of staffing. Okay, സ്റ്റാഫിങ്ങിന്റെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാ? ഫസ്റ്റ് വൺ ആണ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്സ്. It depends on the suitable educational training given to the nursing staff for the kind of service they are being made ready for. Okay, എന്താണ് ഫസ്റ്റ്? ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ എണ്ണം വേണം, വേണ്ടേ? എത്ര സ്റ്റാഫ് വേണമെന്ന് ഐഡന്റിഫൈ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ അവരെന്താണ് അതിൽ ക്വാളിഫൈഡ് ആണോ? ഓക്കെ, അവർ പറയുന്ന ആ കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ? അതായത് അവർക്ക് ആ നേഴ്സിംഗിന് ആവശ്യമായ ക്വാളിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം. അതാണ് ഫസ്റ്റ് വൺ, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്. സെക്കൻഡ് വൺ എന്താണ്? യൂട്ടിലൈസേഷൻ. ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റി പറഞ്ഞു, ക്വാളിറ്റി എന്താണ്? നേഴ്സസ് ഏത് ഏരിയയിലാണോ അവർ സ്പെഷ്യലൈസേഷൻ എടുത്തിരിക്കുന്നത് ആ ഏരിയയിൽ അവർക്ക് എന്താണ് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ലഭിച്ചിട്ടുണ്ടായിരിക്കണം, ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി വേണം. രണ്ടാമത്തെ എന്താണ്? യൂട്ടിലൈസേഷൻ. ഓക്കെ, ട്രെയിനിങ് ലഭിച്ച അതേ ഏരിയയിൽ തന്നെ ആയിരിക്കണം അവർക്ക് വർക്ക് ചെയ്യാനുള്ള എന്താണ് ആ ഒരു എൻവയോൺമെന്റും ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, വർക്ക് ചെയ്യേണ്ടത് എവിടെയാണ്? അവർക്ക് ഏതിലാണോ അവർക്ക് ട്രെയിനിങ് ലഭിച്ചിരിക്കുന്നത്, എഡ്യൂക്കേഷൻ ലഭിച്ചിരിക്കുന്നത്, ആ ഒരു മേഖലയിൽ തന്നെ ആയിരിക്കണം അവർക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത്. ഇപ്പോ അനസ്തെറ്റിസ്റ്റ് നേഴ്സ് പറഞ്ഞു അല്ലെ, അവർ അനസ്തേഷ്യയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഓപ്പറേഷൻ സമയത്ത് അസിസ്റ്റ് ചെയ്യുന്ന നേഴ്സസ് ഉണ്ട് അല്ലെ. അപ്പൊ അവരുടെ സ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു മേഖലയിലായിരിക്കണം അവരെന്ത് ഡ്യൂട്ടിക്ക് നിയോഗിക്കേണ്ടത്. ക്ലിയർ ആണോ? യൂട്ടിലൈസേഷൻ. സ്ക്രീൻ റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? റിജോ, ലാസ്റ്റ് പാര, ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. ഓക്കെ, അത് ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് ഏതൊക്കെയാ? 2 എലമെന്റ്സ് പറയുന്നത്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി വേണം, നമ്പറും വേണം, അതേപോലെ തന്നെ അവർ ഹൈലി ക്വാളിഫൈഡ് ആണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. പിന്നെന്താണ്? യൂട്ടിലൈസേഷൻ. യൂട്ടിലൈസേഷനിൽ എന്താ പറയുന്നത്? ട്രെയിനിങ് ഉള്ള ആ ഫീൽഡിൽ തന്നെ അവർക്ക് വർക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോ മാത്രമാണ് അവർക്ക് ലഭിച്ച ആ ട്രെയിനിങ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് അല്ലെ, അവരുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ, സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്, സ്റ്റാഫിങ്ങിന്റെ ആ ഒരു സംവിധാനം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് ഈ സ്റ്റാഫുകൾ ഒരു ഹോസ്പിറ്റൽസിലേക്ക് നിയമിക്കുന്നത്? ഓക്കെ, recognize the nursing care hours needed to care for a patient for a day or for a shift. Okay, first എന്ത് ചെയ്യണം? ഡ്യൂട്ടി ടൈം, എത്ര ടൈം ആണ് ഒരു നേഴ്സിന്റെ ഡ്യൂട്ടി ടൈം എന്ന് റെക്കഗ്നൈസ് ചെയ്യണം. അതിനുശേഷം എന്താണ്? സ്റ്റാഫിംഗ് റിലൈസ് ഓൺ എ കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ, സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡഡ്, നമ്പർ ഓഫ് ബെഡ്സ് ആൻഡ് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസസ്. മാം സ്ക്രീൻ കാണുന്നില്ല. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്, പേജ് നമ്പർ 2. ഓക്കെ, എന്താണ് ആദ്യം എന്താ പറഞ്ഞത്? ഡ്യൂട്ടി ടൈം കണ്ടെത്തണം, വേണ്ടേ? അതിനുശേഷം എന്താ പറയുന്നത്? സ്റ്റാഫിംഗ്
relies on a capacity of hospital, standards provided, number of beds and different treatment service. Okay. അപ്പോ എന്താണ് ഹോസ്പിറ്റൽസിന്റെ കപ്പാസിറ്റി അറിഞ്ഞായിരിക്കണം നേഴ്സസിനെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് എന്താണ് ലാർജ് ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ, സ്മോൾ ഹോസ്പിറ്റൽസ് ഉണ്ട്. ലാർജ് ഹോസ്പിറ്റൽസിന് എന്താണ് ലാർജ് നമ്പർ ഓഫ് സ്റ്റാഫുകൾ വേണം അല്ലെ, കമ്പയർഡ് ടു സ്മോൾ ഹോസ്പിറ്റൽ. ഒരു സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ലാർജ് ഹോസ്പിറ്റൽസിന് ധാരാളം സ്റ്റാഫുകൾ വേണം. അപ്പൊ അതിനനുസരിച്ചുള്ള എന്താണ് സ്റ്റാഫുകളുടെ എണ്ണം തീരുമാനിക്കണം. അതേപോലെ തന്നെ സ്മോൾ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് ലാർജ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് വളരെ കുറച്ച് അല്ലെ, ചെറിയ ക്വാണ്ടിറ്റി എന്താണ് നേഴ്സസ് മതി. അപ്പൊ അതിന്റെ ബേസിലായിരിക്കണം ഒരു സ്റ്റാഫിനെ തെരഞ്ഞെടുക്കേണ്ടത്. പിന്നെന്താണ് നമ്പർ ഓഫ് ബെഡ്സ് ആൻഡ് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസസ്, പലതരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ. ഓക്കെ, അതിന്റെ ബേസിൽ. പിന്നെന്താ പറയുന്നത് നമ്പർ ഓഫ് ബെഡ്, എത്ര പേഷ്യന്റിനെ കിടത്തി ചികിത്സ നൽകാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ എല്ലാം ബേസിലായിരിക്കണം ഓരോ സ്റ്റാഫിനെയും തെരഞ്ഞെടുക്കേണ്ടത്, അവരുടെ നമ്പർ ഡിസൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഹോസ്പിറ്റൽസിന്റെ കപ്പാസിറ്റി, അതേപോലെ തന്നെ പിന്നെന്താണ് ബെഡിന്റെ എണ്ണം, അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ്. ഓക്കെ, ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസ്, അവർ നൽകുന്ന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, അതിന്റെ ബേസിലായിരിക്കണം സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കേണ്ടത്, അവരുടെ എണ്ണം തീരുമാനിക്കേണ്ടത്. Then, in anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category. Self-care, minimal care, full care, intensive care. Because care needs different from category to another. ഇതിലെന്താ പറയുന്നത്, അതായത് നേഴ്സസിന് പ്രതീക്ഷിക്കാവുന്ന വർക്ക് ലോഡ് ഒരു മാനേജർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? പേഷ്യന്റിന്റെ എണ്ണത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണോ? ഓക്കെ, ഇത്രയും പേഷ്യന്റ് ഇവിടെ വരാറുണ്ട്, അതുകൊണ്ട് എന്താണ് ഇത്ര നമ്പർ ഓഫ് നേഴ്സസ് വേണം, അങ്ങനെ മാത്രമാണോ? അല്ല, അതല്ലാതെ എങ്ങനെയാണ് ഓരോ കാറ്റഗറീസിന്റെയും ബേസിലാണ്. അതായത് ഓരോ ഇപ്പോ സെൽഫ് കെയർ, ഓക്കെ, സെൽഫ് കെയറിൽ എന്താ വരുന്നത്, ജസ്റ്റ് എന്താണ് ആ നേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്, ആ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. അതായത് പേഷ്യന്റിന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും, ജസ്റ്റ് എന്താണ് ആ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി സെൽഫ് കെയറിൽ. അതേപോലെ മിനിമൽ കെയർ ആണെങ്കിലോ വൈറ്റൽസ് അല്ലെ, സിഗ്നസ്, സൈൻസ് ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ഡ്യൂട്ടീസ് അവിടെ വരുന്നുണ്ട് ഒരു നേഴ്സിന്. അതേപോലെ ഫുൾ കെയർ ആൻഡ് ഇന്റൻസീവ് കെയർ ആണെങ്കിലോ എന്താ ചെയ്യേണ്ടത്, ഒരു നേഴ്സിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ആ പേഷ്യന്റിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, വേണ്ടേ? അപ്പൊ ഇതിന്റെ ബേസിൽ ഈ കാറ്റഗറീസിന്റെ ബേസിലും കൂടിയാണ് ഒരു നേഴ്സിന്റെ വർക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? പറയാം. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് ഓഫ് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? സ്റ്റാഫിംഗുമായി ബന്ധപ്പെട്ട് രണ്ട് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് വരുന്നുണ്ട്, ഘടകങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണത്? ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. സ്റ്റാഫിന്റെ എണ്ണം, ക്വാണ്ടിറ്റി അറിഞ്ഞിരിക്കണം, എത്ര നമ്പർ ഓഫ് സ്റ്റാഫ് വേണമെന്ന് തീരുമാനിച്ചിരിക്കണം. അതേപോലെ തന്നെ അവർക്ക് ക്വാളിറ്റി ഉണ്ടോ, അതായത് എന്താണ് അവർക്ക് ഹൈലി ക്വാളിഫൈഡ് ആണോ, പറയുന്ന മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ, ട്രെയിനിങ് അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. അതേപോലെ തന്നെ യൂട്ടിലൈസേഷൻ, അതിലെന്താ പറയുന്നത്, എന്തായിരുന്നു യൂട്ടിലൈസേഷനിൽ പറയുന്നത്? ട്രെയിനിങ് അതേ മേഖലയിൽ തന്നെ ആയിരിക്കണം അവർക്ക് ഡ്യൂട്ടി നൽകേണ്ടത്. ഓക്കെ, അപ്പോ മാത്രമാണ് അവർക്ക് ആ സ്കില്ല് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയുന്നത്, പേഷ്യന്റിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കെയർ നൽകാനായിട്ട് കഴിയുന്നത്. ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒന്നുകൂടി പറഞ്ഞുതരോ? ഓക്കെ, ലാസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം, റിവൈസ് ചെയ്യുന്ന ടൈമിൽ മതിയോ? ഓക്കെ. then സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് എന്തായിരുന്നു? സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗിൽ പഠിച്ചത് ഡ്യൂട്ടി ടൈം അല്ലേ, നഴ്സിംഗിന്റെ കെയർ അവർ എന്താണ് കണ്ടെത്തണം, ഡ്യൂട്ടി ടൈം റെക്കഗ്നൈസ് ചെയ്യണം. അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു, ഒരു സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഹോസ്പിറ്റൽസിന്റെ കപ്പാസിറ്റി കൺസിഡർ ചെയ്യണം. ഓക്കെ, പിന്നെന്തായിരുന്നു നമ്പർ ഓഫ് ബെഡ്, എത്ര പേഷ്യന്റിനെ കിടത്തി ചികിത്സ നൽകാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെല്ലാം ചികിത്സാ രീതികൾ, ഓക്കെ, ട്രീറ്റ്മെന്റ് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം ബേസിലായിരിക്കണം ഒരു സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെന്താ പറയുന്നത്, അവരുടെ വർക്ക് ലോഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
കാറ്റഗറി ബേസിസ്. കാറ്റഗറി ബേസ് ഓൾസോ എന്താണ്, പേഷ്യന്റിന്റെ എണ്ണത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ വർക്ക് ലോഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ ഇത്? സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ ഇൻക്ലൂഡ്. ഓക്കെ, പേഷ്യന്റ് കെയർ എത്രയാണ്? മെയിൻലി 2 ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ ഉണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് കെയർ ഉണ്ട്, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് കെയർ ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് കെയർ ആൻഡ് ഇൻഡയറക്റ്റ് കെയർ. ഡയറക്റ്റ് കെയർ എന്താ? In care given by nursing staff while working in the presence patient and related to the patient physical and psychological requirements. Direct care consists of feeding, treatment, mobility and medication, and the more dependent the patient is on the nurse to conduct related activity, the more hours of nursing care is required for that patient. എങ്ങനെയാണ്? ആ പേഷ്യന്റിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരു നേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അതിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ഒരു നേഴ്സ് എന്താണ് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. അതായത് അവരുടെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സുകൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഫിസിക്കൽ എന്തൊക്കെ വരാം? ചിലപ്പോൾ അവർക്ക് എന്താണ് ഫുഡ് കൊടുക്കേണ്ടി വരാം, അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരാം, മൊബിലിറ്റി മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി വരാം, മെഡിസിൻസ് നൽകണം. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഒരു നേഴ്സ് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് തന്നെ ആ പേഷ്യന്റിന് ചെയ്തു കൊടുക്കണം. ദെൻ സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സിലോ ആ പേഷ്യന്റിന് ആവശ്യമായ എന്താണ് ഇമോഷണൽ സപ്പോർട്ട്, ഒരു സപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ ആ നേഴ്സ് ചെയ്തു കൊടുക്കണം. അതിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ ഇൻഡയറക്റ്റ് കെയർ എന്തായിരിക്കും? അപ്പോ ഒരു പേഷ്യന്റിന് ആവശ്യമായ കാര്യങ്ങൾ കെയറുകൾ എങ്ങനെ ചെയ്യുന്നു? ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. അതായത് എന്താണ്, ഇപ്പോ പേഷ്യന്റിന്റെ ഹെൽത്ത് റിപ്പോർട്ട് റെഡിയാക്കുക, അതേപോലെ തന്നെ പിന്നെന്താണ് നോക്കിക്കോളൂ. ഇൻഡയറക്റ്റ് കെയർ or those ventures undertaken on the patient behalf but removed from his presence. Indirect care consists of assembling supplies and equipment, seeking advice with other healthcare team members, writing and reading patient records, reporting, constructing discharge plans, etc. ഇത്തരത്തിലുള്ള കാര്യങ്ങളില്ലേ, അതായത് ബിഹൈൻഡ് ദ സീൻ ടാസ്ക് എന്ന് പറയും. അതായത് പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് എന്താണ് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല, പേഷ്യന്റിന് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല. അല്ലാതെയുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ മറ്റു കെയറുകൾ ചെയ്തു കൊടുക്കുക, അതായത് റിപ്പോർട്ട്സ് എന്താണ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഡിസ്ചാർജിന്റെ സമയത്ത് എന്താണ് ആ ഡിസ്ചാർജ് പ്ലാൻ കൺസ്ട്രക്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മെഡിസിൻസ് നൽകുക, അതേപോലെ എന്താണ് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെ ഡയറക്റ്റ് കെയറിലാണ് വരുന്നത്. ആ പേഷ്യന്റിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇൻഡയറക്റ്റ് കെയറിൽ എങ്ങനെയാണ്? ആ പേഷ്യന്റുമായിട്ട് നേരിട്ട് ഒരു ഇന്ററാക്ഷനും ഇല്ല. പേഷ്യന്റിന്റെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് ഡിസ്ചാർജ് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. Is it clear? Types of patient care. Then staff development. എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്? Staff development is the process which is directed towards the personal as well as professional growth of nurses and other staffs while they are employed by the healthcare. It refers to all the training and education provided to enhance the job-related and personal knowledge, skills and mentalities of vested employees. എന്താ ഇതിൽ പറയുന്നത്? ഒരു ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന എന്താണ് സ്റ്റാഫുകൾ നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കാം അല്ലെ. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ളതും അതേപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നേഴ്സസിന്റെയും അതേപോലെ മറ്റുള്ള സ്റ്റാഫുകളുടെയും വ്യക്തിപരമായിട്ടുള്ളതും അതേപോലെ തന്നെ പ്രൊഫഷണൽ പരമായിട്ടുള്ള ഡെവലപ്മെന്റിനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് അവർക്ക് ഡെവലപ്മെന്റ് ലഭിക്കുന്നത്? ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയുമാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്.
അതായത് സ്റ്റാഫുകൾക്ക് അവരുടെ നോളജ്, അവരുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും നൽകിയിരിക്കണം. അതിനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ എല്ലാ സ്കില്ലും നോളജും ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും നൽകുന്നതിനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒക്കെ നൽകുന്നത് കൊണ്ടുള്ള അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കാം? എന്തിനു വേണ്ടിയായിരിക്കാം ഈ ട്രെയിനിങ്സ് ഒക്കെ ഈ സ്റ്റാഫുകൾക്ക് നൽകുന്നത്? എന്തിനു വേണ്ടിയായിരിക്കാം? ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് നോക്കിക്കോളൂ. അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തിനു വേണ്ടിയാണ് ഈ ട്രെയിനിങ്സ് ഒക്കെ നൽകുന്നത്? ഫസ്റ്റ് എന്താണ്? എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. എന്താണ്? നേഴ്സസിന്റെ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന്, ഓക്കെ, അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന്, അവരുടെ എന്താണ് എൻഹാൻസ് എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന്, അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ എന്തിനാ ട്രെയിനിങ് നൽകുന്നത്? എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നേഴ്സസ്. എന്താണ്? നേഴ്സസ് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള നേഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ, എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്സ്. സ്റ്റാഫുകൾ അവരുടെ ജോലി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്, അതിനെല്ലാമാണ് ഈ ട്രെയിനിങ് നൽകുന്നത്. ആൻഡ് ദ ഫോർത്ത് പോയിന്റ് എന്താ? ട്രെയിനിങ് കൊണ്ടുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്താ? ഓറിയന്റ് ദ പേഴ്സണൽ ടുവേർഡ്സ് ദെയർ കെയർ ഒബ്ജക്റ്റീവ്സ്, ജോബ് ഡ്യൂട്ടീസ്, പേഴ്സണൽ പോളിസീസ്. എന്താണ്? സ്റ്റാഫുകൾക്ക് അവരുടെ ഒബ്ജക്റ്റീവ്സ്, അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ജോബ് പരമായിട്ടുള്ള അവരുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്, അതേപോലെ പേഴ്സണൽ പോളിസീസ് എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഇത്തരത്തിലുള്ള ട്രെയിനിങ്സ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും അവരുടെ ഡ്യൂട്ടി എന്താണെന്നും അവരുടെ പോളിസി എന്താണെന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താ? ചുരുക്കി പറഞ്ഞാൽ സ്റ്റാഫുകൾ എന്താണ്? അവരുടെ സ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായ എന്താണ് 4 and 2 ആ പോയിന്റ് പറയാനാണോ? ഓക്കെ, സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താ? ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും നൽകുന്നതിനെയാണ്. അവരെന്തിനു വേണ്ടിയാണ് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും നൽകുന്നത്? അവരുടെ സ്കില്ലും അവരുടെ എന്താണ് അത് ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും നൽകുന്നതിനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തിനൊക്കെ വേണ്ടിയാണ് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് നൽകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ് നൽകുന്നത്? എന്തിനു വേണ്ടിയാണ്? പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെന്താണ്? അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള നല്ല ഫലപ്രദമായ എഫക്റ്റീവ് ആയിട്ടുള്ള പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നേഴ്സസ് എന്താണ്? പേഷ്യന്റിന് ആവശ്യമായ എല്ലാ രീതിയിലുള്ള കെയറും നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. പിന്നെന്താണ്? സ്റ്റാഫുകൾ അവര് പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടിയിൽ അവർ സാറ്റിസ്ഫൈ ആണെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. പിന്നെന്താണ് ഫോർത്ത് വൺ? സ്റ്റാഫുകൾക്ക് അവരുടെ ഡ്യൂട്ടിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതുപോലെ തന്നെ പോളിസീസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ് നൽകുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, അതായത് ട്രെയിനിങ്, പല രീതിയിൽ ട്രെയിനിങ് നൽകാറുണ്ട് അല്ലെ? അപ്പൊ ഏതൊക്കെയാണ് ആ സ്റ്റാഫ് ഡെവലപ്മെന്റ് നൽകുന്ന ട്രെയിനിങ്സ്? ഫസ്റ്റ് വൺ എന്താണ്? ഇൻഡക്ഷൻ ട്രെയിനിങ്. ഓക്കെ, ഇൻഡക്ഷൻ ട്രെയിനിങ് എന്താ? ഇൻഡക്ഷൻ ട്രെയിനിങ് is the training given to new employees by the employer in order to help in adjustment to their new job and familiarizes with their new work environment and the people who are working around them. എന്തോ? ഓക്കെ, അപ്പൊ എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാല്? പുതിയ സ്റ്റാഫുകൾക്ക്, പുതിയ എംപ്ലോയീസിന് എംപ്ലോയർ നൽകുന്ന ട്രെയിനിങ്ങിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ന്യൂ എംപ്ലോയീസിന് എംപ്ലോയർ നൽകുന്ന ട്രെയിനിങ്ങിനെയാണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ട്രെയിനിങ് നൽകുന്നത്?
ഓക്കെ, അവരുടെ പുതിയൊരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ, ആ വർക്ക് പ്ലേസുമായിട്ട് എന്താണ് ഒരു പരിചയം ഉണ്ടാക്കുന്നതിന്, അതേപോലെ തന്നെ പിന്നെന്താണ് അവരുടെ പുതിയ ജോലിയുമായിട്ട് ഒരു പരിചയം ഉണ്ടാക്കുന്നതിന്, പിന്നെന്താണ് പുതിയ സ്റ്റാഫുകളുമായിട്ട് കൊളീഗ്സുമായിട്ട് ഒരു പരിചയം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഡക്ഷൻ ട്രെയിനിങ് നൽകുന്നത്. ക്ലിയർ ആണോ? എംപ്ലോയീസിന് എംപ്ലോയർ നൽകുന്ന ട്രെയിനിങ് ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. എന്തിനു വേണ്ടിയാണ്? ജോബിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ആ ജോബുമായിട്ട് ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കുന്നതിന്, അതേപോലെ തന്നെ സ്റ്റാഫുകളുമായിട്ട് മറ്റ് കൊളീഗ്സുമായിട്ട് ഒരു പരിചയം ബിൽഡ് ചെയ്യുന്നതിന്, അതേപോലെ തന്നെ വർക്ക് പ്ലേസുമായിട്ട് എന്താണ് ഒരു പരിചയം ക്രിയേറ്റ് ചെയ്യുന്നതിന്, ഇതിനു വേണ്ടി മാത്രം നൽകുന്ന ട്രെയിനിങ് ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ ജോബ് ഓറിയന്റേഷൻ ട്രെയിനിങ് എന്തായിരിക്കും? ജോബ് ഓറിയന്റേഷൻ നോക്കിക്കോളും. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് അവെയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓഫ് his roles, responsibilities and relationship in the new work situation. It's an individualized training program meant to get a newly hired employee more familiarized with their responsibilities. Screen കാണുന്നില്ല. ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? ഓക്കെ, അപ്പൊ ഇതിൽ എന്തായിരിക്കാം ജോബ് ഓറിയന്റേഷൻ? എന്താണ് പുതിയ എംപ്ലോയീസിന് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നൽകുന്ന ഒരു ഇൻഡിവിജ്വൽ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ജോബ് ഓറിയന്റേഷൻ. ക്ലിയർ ആണോ? അവരുടെ ഡ്യൂട്ടി എന്താണ്, ജോലിപരമായിട്ട് അവരുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടത്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നൽകുന്ന ഒരു ഇൻഡിവിജ്വൽ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ജോബ് ഓറിയന്റേഷൻ. നേരത്തെ എന്തായിരുന്നു, അറ്റ്മോസ്ഫിയർ പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് അല്ലെ, എംപ്ലോയർ എംപ്ലോയിക്ക് നൽകുന്ന ഒരു ട്രെയിനിങ് ആണ്. ജോബ് ഓറിയന്റേഷൻ എന്താണ്, ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം കൂടുതൽ അറിയുന്നതിന് വേണ്ടി, ഓക്കെ, അതുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടി നൽകുന്ന ഒരു ട്രെയിനിങ് ആണ് ജോബ് ഓറിയന്റേഷൻ. ക്ലിയർ ആണോ? അത് ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ. പോയിന്റ് ഏതാടാ? ജോബ് ഓറിയന്റേഷൻ തന്നെ. ഓറിയന്റേഷൻ ജോബുമായിട്ട് കൂടുതൽ എന്താണ് പരിചയം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതായത് ജോബിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഓക്കെ, ഇത്തരം കാര്യങ്ങളുമായിട്ട് കൂടുതൽ ഒരു എന്താണ് പരിചയം ഉണ്ടാകുന്നതിന് വേണ്ടി നൽകുന്ന എന്താണ് ഇൻഡിവിജ്വൽ ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ഓരോരുത്തർക്കും നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാം ആണ് ജോബ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. മറ്റൊരു ട്രെയിനിങ് രീതിയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. അതിലെന്താ പറയുന്നത്? an educational experience planned before to provide in the job setting and closely identified with the services in order to help person discharge his duties more effectively as a person and as a worker. It is thus a planned instructional or training program given by an employee agency in the employment setting. Okay, ആര് നൽകുന്നതാണ്? ഏജൻസി നൽകുന്നതാണ്. എംപ്ലോയി ഏജൻസി നൽകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിലെന്താ ചെയ്യുന്നത് അവര്? അതായത് ഒരു പേഴ്സൺ എന്ന നിലയിലും ഒരു സ്റ്റാഫ് എന്ന നിലയിലും, ഓക്കെ, ഒരു വ്യക്തി എന്ന നിലയിലും അതേപോലെ തന്നെ ഒരു നഴ്സിംഗ് സ്റ്റാഫ് എന്ന നിലയിലും അവരുടെ എന്താണ് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സ് ജോലിയോടൊപ്പം തന്നെ നൽകുന്നതിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു വ്യക്തി എന്ന നിലയിലും അതേപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫ് എന്ന നിലയിലും അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ജോലിയോടൊപ്പം തന്നെ നൽകുന്ന ട്രെയിനിങ്സിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇൻ സർവീസ് എഡ്യൂക്കേഷൻ മാം ഒന്നുകൂടെ പറയോ? പറയാം. എന്താണ് സർവീസ് എഡ്യൂക്കേഷനിൽ പറയുന്നത്? ഓക്കെ, അവർക്ക് എന്താണ് പലതരത്തിലുള്ള സ്കില്ലുകൾ ആവശ്യമാണ് അല്ലെ. ഇപ്പൊ ന്യൂ എംപ്ലോയീസ് ആണ്, ന്യൂ സ്റ്റാഫ് ആണ്, അവർക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ സ്കില്ലുകൾ എൻഹാൻസ് ചെയ്യണം. അത് എങ്ങനെയാണ്? ജോലിയോടൊപ്പം തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുന്നതിന് ആവശ്യമായ ട്രെയിനിങ്സ് നൽകുക.
ഓക്കെ, ജോലിയോടൊപ്പം തന്നെ അവർ അതിനു വേണ്ടി പ്രാപ്തരാക്കുക. ഇതിനെയാണ് സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവരുടെ സ്കില്ലുകൾ എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ജോലിയോടൊപ്പം തന്നെ നൽകുക, അതിനെയാണ് സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആൻഡ് ദ ഫോർത്ത് വൺ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്തായിരിക്കും? ഒരു ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഈസ് ഓൾ ദ ലേണിംഗ് ആക്ടിവിറ്റീസ് that happen after an individual has completed his basic education. It involves planned learning experience beyond a basic nursing educational programs. എന്താണ്? ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന്റെ ബേസിക് എഡ്യൂക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും നേടിയെടുക്കുന്ന ലേണിംഗ് ആക്ടിവിറ്റീസിനെയാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഒരു നേഴ്സായിട്ട് ഓക്കെ, അതിന് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷനും അവർ കംപ്ലീറ്റ് ചെയ്തു. ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽസിൽ സപ്പോസ്. ഓക്കെ, ദെൻ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ സ്കില്ല് പഠിക്കണം, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ സ്കില്ല് പഠിക്കണം. ഓക്കെ, അതിനുവേണ്ടി എന്താണ് അവർ ജോയിൻ ചെയ്യുന്നു, ആ ട്രെയിനിങ് എന്താണ് അവർ നേടുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷവും അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ വീണ്ടും എന്താണ് കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എത്ര ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ്സ് ഉണ്ട്? 4 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഇൻഡക്ഷൻ ട്രെയിനിങ്. എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ മെയിൻ ആയിട്ട് പറയുന്നത്? എന്താ? പുതിയ സ്റ്റാഫ് എംപ്ലോയർ നൽകുന്ന ട്രെയിനിങ് ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. ഒരു എംപ്ലോയീസിന് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. വർക്ക് പ്ലേസ് അറിയുന്നതിന് ജോബായിട്ട് പരിചയമാണ്, സ്റ്റാഫായിട്ട് പരിചയമാണ്. സ്റ്റാഫായിട്ടും ജോബ് പ്ലേസ് ആയിട്ടും ജോബുമായിട്ടും ഒരു പരിചയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയർ നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. ദെൻ ജോബ് ഓറിയന്റേഷൻ ട്രെയിനിങ് എന്താ? ഇൻഡിവിജ്വൽ ട്രെയിനിങ് പ്രോഗ്രാം. എന്തിനു വേണ്ടിയാണ്? ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജോബുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്താ? എംപ്ലോയീസ് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ്. എന്തോ ഒന്നുകൂടി പറയാവോ? എംപ്ലോയീസ് ഏജന്റ് നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ്. നേഴ്സായാലും സ്റ്റാഫ് എന്ന നിലയിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കുന്നതിന് ജോലിയോടൊപ്പം തന്നെ ട്രെയിനിങ് നൽകുന്നു. അതിനെയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്താ? ബേസിക് എഡ്യൂക്കേഷനോടൊപ്പം തന്നെ പുതിയ സ്കില്ല് കണ്ടെത്തുന്നു. പുതിയ സ്കില്ലുകൾ എൻഹാൻസ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അതായത് എഡ്യൂക്കേഷൻ അവിടെ നിൽക്കുന്നില്ല, വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഇത്തരത്തില് ട്രെയിനിങ് നൽകുന്നത് കൊണ്ട് ഒരു സ്റ്റാഫിന് ഉണ്ടാകാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? ഫസ്റ്റ് വൺ നോക്കിക്കോളൂ, ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. എന്താണ്? ഒരു ഹെൽത്തി വർക്ക് പ്ലേസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഈ ട്രെയിനിങ്ങിലൂടെ എന്താണ് ജോബ്, എന്താണ് ജോബിന്റെ ഉത്തരവാദിത്തങ്ങൾ, കൊളീഗ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി വർക്ക് പ്ലേസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? ഹെൽത്തി വർക്ക് പ്ലേസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നു. നെക്സ്റ്റ് എന്താ? ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, എന്താണ്? എഫക്റ്റീവ് ആയിട്ട് മറ്റുള്ള സ്റ്റാഫുകളുമായിട്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ കഴിയുന്നു, അവരിൽ നിന്നും അഡ്വൈസ് ലഭിക്കുന്നു. ഓക്കെ, ഈ ട്രെയിനിങ്ങുമായിട്ട് എന്താണ് അവരെല്ലാവരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് ആവശ്യമായ എല്ലാ അഡ്വൈസും എന്താണ് മറ്റുള്ളവരോട് ചോദിക്കാനും പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷനും സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ എന്താ? പാസ് ഓവർ ഓർഗനൈസേഷണൽ മെസ്സേജസ് ടു വർക്കേഴ്സ്. ഓക്കെ, ഈ ട്രെയിനിങ്ങിന്റെ ടൈമിൽ തന്നെ മാനേജ്മെന്റിന്റെ എന്താണ് അവരുടെ ഇൻഫോർമേഷൻസ്, മാനേജേഴ്സിന്റെ ഇൻഫോർമേഷൻസ് ഇവരിലേക്ക്, ഈ ന്യൂ എംപ്ലോയീസിലേക്ക് പാസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്, അവരുടെ പോളിസി എന്താണെന്ന് ഈ എംപ്ലോയീസിനെ അറിയിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ?
പോയിന്റ് ഒന്നുകൂടി പറയുന്നു. പാസ് ഓവർ ഓർഗനൈസേഷണൽ മെസ്സേജസ് ടു വർക്കേഴ്സ്. ജോലിക്കാർക്കിടയിലേക്ക്, അതായത് ന്യൂ എംപ്ലോയീസിനിടയിലേക്ക് ഓർഗനൈസേഷന്റെ പോളിസി എന്താണ്, ഈ മാനേജ്മെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്തൊക്കെയാണ്, പോളിസീസ് എന്തൊക്കെയാണ് ഇവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ്, ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഈ എംപ്ലോയീസിന് പാസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? ഇവർക്കിടയിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയാണ്? ട്രെയിനിങ്ങിലൂടെയാണ്. ഓക്കെ, ട്രെയിനിങ്ങിലൂടെയും വർക്ക്ഷോപ്സിലൂടെയും എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിലൂടെയുമാണ് ഇത്തരം ഇൻഫർമേഷൻസ് ഇവരിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ, ഈസി ആക്സസ് ടു നോളജബിൾ കൊളീഗ് ത്രൂ. എന്താണ്? നോളജബിൾ ആയിട്ടുള്ള, ധാരാളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൊളീഗ്സ് ഉണ്ടായിരിക്കും, മറ്റ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, അവരിൽ നിന്നും എന്താണ് അഡ്വൈസ് നേടാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ്? ട്രെയിനിങ്ങിന്റെ സമയത്ത് തന്നെ അവരുമായിട്ട് നല്ലൊരു പരിചയം അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോളജബിൾ കൊളീഗ്സിൽ നിന്നും അഡ്വൈസ്, സജഷൻസ് എല്ലാം നേടാനായിട്ട് ഇവർക്ക് കഴിയുന്നതാണ്. 4 പോയിന്റ് ക്ലിയർ ആണോ? സ്റ്റാഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഒരു സ്റ്റാഫിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഒരു ഹെൽത്തി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, എല്ലാവരുമായിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. പിന്നെന്താണ്? മാനേജ്മെന്റിന്റെ ഇൻഫർമേഷൻസ് എന്താണ് ഇവരിലേക്ക് എത്തിക്കാനായിട്ട് ട്രെയിനിങ്ങിലൂടെ കഴിയുന്നുണ്ട്. ഫോർത്ത് വൺ എന്തായിരുന്നു? നോളജബിൾ കൊളീഗ്സിൽ നിന്നും സജഷൻസ്, അഡ്വൈസ് എല്ലാം നേടിയെടുക്കാനായിട്ടും കഴിയുന്നുണ്ട്. അതിനും ട്രെയിനിങ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെ, സ്റ്റാഫ് ഡെവലപ്മെന്റിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താ? ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്തൊക്കെയായിരിക്കാം? യൂസസ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് when helping employees to learn new skills or information. എന്താണ്? പുതിയ സ്കില്ലുകൾ, അതേപോലെ തന്നെ പിന്നെന്താണ് ഇൻഫോർമേഷൻസ് എന്നിവ പഠിക്കാനായിട്ട് ജീവനക്കാരെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി എന്താണ് ഹെൽപ്പ് ചെയ്യുന്നതിന് എന്താണ് അഡ്മിനിസ്ട്രേറ്ററിന് കഴിയുന്നതാണ്. അപ്പൊ അതാണ് ഫസ്റ്റ് റോള്. രണ്ടാമത്തെ റോൾ എന്താ? യൂസസ് ടീച്ചിങ് ടെക്നിക്സ് ദാറ്റ് സ്ട്രെങ്തൻ സ്റ്റാഫ്. ഓക്കെ, സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ആവശ്യമായ ടീച്ചിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് ടീച്ചിങ് ടെക്നിക്സ്? എന്തൊക്കെയായിരിക്കാം? ട്രെയിനിങ്സ് നൽകാം, അല്ലെങ്കിൽ എന്താണ് കോച്ചിങ്, മെന്ററിങ് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിലൂടെ അവരുടെ സ്ട്രെങ്ത് എൻഹാൻസ് ചെയ്യുക. ആൻഡ് ദ തേർഡ് വൺ, കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് നീഡ്സ് ഓഫ് ഈച്ച് യൂണിറ്റ്. ഓരോ യൂണിറ്റിലും ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് എന്താ അസസ് ചെയ്യുക, വിലയിരുത്തുക. ഓക്കെ, ഓരോ യൂണിറ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായി വരുന്നത്, അത്തരം കാര്യങ്ങൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വിലയിരുത്തുക. ആൻഡ് ദ ഫോർത്ത് വൺ, ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. ഓക്കെ, സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും നോളജ് പരമായിട്ടോ അല്ലെങ്കിൽ സ്കിൽ പരമായിട്ടോ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ, ട്രെയിനിങ് ആണെങ്കിൽ ട്രെയിനിങ് നൽകുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് ഡ്യൂട്ടി എന്തായിരുന്നു? ഫസ്റ്റ് റോൾ എന്താ അദ്ദേഹത്തിന്റെ? ഒന്നും കൂടി പറയും മിസ്സേ. പറയാം. ഫസ്റ്റ് റോൾ എന്താണ്? ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ സ്റ്റാഫ് ഡെവലപ്മെന്റിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്തൊക്കെയാണ്? പുതിയ സ്കില്ലുകള്, പുതിയ ഇൻഫർമേഷൻ പഠിക്കുന്നതിന് എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുക. പുതിയ സ്കില്ലുകൾ അല്ലെങ്കിൽ എന്താണ് പുതിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി എന്താണ് സ്റ്റാഫുകളെ ഹെൽപ്പ് ചെയ്യുക. രണ്ടാമത്തെ എന്തായിരുന്നു? സ്റ്റാഫിനെ സ്ട്രെങ്തൻ ചെയ്യിക്കാനായിട്ടുള്ള ടീച്ചിങ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കും. സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടീച്ചിങ് ടെക്നിക്സ്, അതായത് ട്രെയിനിങ് നൽകുക, അല്ലെങ്കിൽ എന്താണ് മെന്ററിങ് ചെയ്യുക, അല്ലെങ്കിൽ കോച്ചിങ് നൽകുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? അവരുടെ സ്ട്രെങ്തൻ, അവരുടെ ശക്തി അല്ലെങ്കിൽ എന്താണ് അവരുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക. മൂന്നാമത്തെ എന്തായിരുന്നു? ഓരോ യൂണിറ്റിലും കണ്ടിന്യൂസ് ആയിട്ട് എന്തൊക്കെ ലേണിംഗ് നീഡ്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് അവർക്ക് വേണ്ടത്, അത്തരം കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യുക, തുടർച്ചയായിട്ട് വിലയിരുത്തുക. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ എന്തായിരുന്നു? സ്കിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ
എന്താണ് ഒരു സ്റ്റാഫിന്റെ കുറവുകൾ എന്താണ്, അവർക്ക് എന്തിന്റെ നോളജ് ആണ് ഇല്ലാത്തത്, അത്തരം കാര്യങ്ങൾ കണ്ടെത്തുകയും അവ പരിഹരിക്കുകയും ചെയ്യുക. ചില സ്റ്റാഫുകൾക്ക് ചിലപ്പോൾ എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് അറിയില്ലായിരിക്കാം. അപ്പൊ അത്തരം എന്താണ് കാര്യങ്ങളെ അവരെ പഠിപ്പിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ റോളായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്താണ് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, ട്രെയിനിങ്, സ്റ്റാഫുകളെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള 4 രീതിയിലുള്ള ട്രെയിനിങ്സ് പഠിച്ചു. അതുകൊണ്ട് ട്രെയിനിങ് ലഭിച്ചാലുള്ള സ്റ്റാഫുകൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ദെൻ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണ്, സ്റ്റാഫ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർക്കുള്ള റോൾ എന്തൊക്കെയാണെന്നും പഠിച്ചു. നെക്സ്റ്റ് നോക്കിക്കോളൂ, നേഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, പല രീതിയിലുള്ള എന്താണ് പല ഗ്രേഡിങ്ങിലുള്ള നേഴ്സസ് ഉണ്ട് ഒരു ഹോസ്പിറ്റൽസിൽ അല്ലെ. അപ്പൊ അത് ഏതൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നോക്കിക്കോളൂ. ദ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ ഡിറ്റർമൈൻസ് ദ എംപ്ലോയി ബിഹേവിയർ ത്രൂ ദ എഫക്ട്സ് ഓഫ് റോൾ, പവർ, സ്റ്റാറ്റസ്, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. Nursing is a large department in every hospital. Hence, it has a hierarchy as doctors do. And it is necessary to understand different nursing classification. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതിന് വ്യക്തമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെ, ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ആ റാങ്കിന്റെ ബേസിലാണ് ഓരോ സ്റ്റാഫുകളുടെയും ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നൊക്കെ മനസ്സിലാകുന്നത്. ക്ലിയർ ആണോ? അപ്പോ നേഴ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ലാർജ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ലാർജ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സിനെ പോലെ തന്നെ, ഡോക്ടേഴ്സ് നമുക്കറിയാം ജൂനിയർ ഡോക്ടർ ഉണ്ട്, സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ നേഴ്സിനിടയിലും എന്താണ് ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, എന്തിനു വേണ്ടി ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്, അവരുടെ ഡ്യൂട്ടി എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതിലൂടെ സാധിക്കുന്നതാണ്. അതിനെയാണ് ഹൈറാർക്കി, ശ്രേണി എന്ന് പറയില്ലേ, ഇങ്ങനെ ഓരോ ഗ്രേഡിംഗ് സിസ്റ്റം. അതിനെയാണ് ഹൈറാർക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? നേഴ്സസിനെയും ഡോക്ടേഴ്സിനെ പോലെ തന്നെ നേഴ്സസിനെയും എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഒന്നുകൂടെ പറ മിസ്. പറയാം. ഓക്കെ, എന്തായിരുന്നു നേഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ്? എന്തൊക്കെയാണ്, ഒരു ഹോസ്പിറ്റൽസിലെ നേഴ്സുകളെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന പൊസിഷനിൽ ഒരു നേഴ്സ് വരുന്നുണ്ട്, അതിന് താഴെ മറ്റൊരു വിഭാഗം, അങ്ങനെ എന്താണ് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അവർ മാത്രമാണ് ആ ഡ്യൂട്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനു വേണ്ടിയാണ് ഈ ഹൈറാർക്കി. ഡോക്ടേഴ്സിലുള്ളത് പോലെ തന്നെ ഡോക്ടേഴ്സിന് എന്താണ് ജൂനിയർ ഡോക്ടർ ഉണ്ട്, അതേപോലെ സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ നേഴ്സസിനെയും എന്താണ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്? ഏറ്റവും ഉയർന്ന പൊസിഷൻ ഉള്ളത് ആരാണ്? നേഴ്സിംഗ് ഡയറക്ടർ. ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? ഫസ്റ്റ് ആരാ വരുന്നത്? നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെ, അതിന് താഴെയാണ് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് വരുന്നത്. അതിന് താഴെ നേഴ്സിംഗ് സൂപ്പർവൈസർ വരുന്നു. അതിനും താഴെയായിട്ട് നേഴ്സിംഗ് ഇൻചാർജ് വരുന്നു. ദെൻ സ്റ്റാഫ് നേഴ്സ് വരുന്നു. ഫൈനലി ആരാ വരുന്നത്? നേഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, ഈ ഹൈറാർക്കി, ഈ ശ്രേണിയിലാണ് നേഴ്സസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന പൊസിഷൻ ലീഡ് ചെയ്യുന്നത് നേഴ്സിംഗ് ഡയറക്ടർ ആയിരിക്കും. ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജോ? ഓക്കെ, ഏറ്റവും ഉയർന്ന പൊസിഷൻ ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെ, അതിന് താഴെയായിട്ട് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് വരുന്നുണ്ട്. അതിനും താഴെയായിട്ട് നേഴ്സിംഗ് സൂപ്പർവൈസർ വരുന്നുണ്ട്. ദെൻ നേഴ്സിംഗ് ഇൻചാർജ്, അതിനും താഴെയായിട്ട് സ്റ്റാഫ് നേഴ്സ്, ആൻഡ് ഫൈനലി നേഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, ഇതിൽ ഏറ്റവും പവർ ഉള്ളത് ആർക്കാപ്പോ? നേഴ്സിംഗ് ഡയറക്ടർ ആയിരിക്കും, ഡയറക്ടറിനായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് നേഴ്സിംഗ് ഡയറക്ടർ, ആരാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നോക്കിക്കോളൂ. നേഴ്സിംഗ് ഡയറക്ടർ
It is the nursing director who provides direction to the nursing staff and coordinate health service. ഓക്കെ, ആ ഉള്ളതുപോലെ തന്നെ എന്താ ചെയ്യുന്നു? നേഴ്സസിനെ ഡയറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഹെൽത്ത് സർവീസിനെ കോർഡിനേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നേഴ്സസിനെ ഡയറക്റ്റ് ചെയ്യുക. ഇതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത്. പിന്നെ മറ്റു ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? Their duties consist of supervising all nursing staff. Okay, എന്താണ്? നേഴ്സിംഗ് സ്റ്റാഫുകൾ, എല്ലാ സ്റ്റാഫുകളെയും എന്താണ്? കോർഡിനേറ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. ആൻഡ് ലുക്കിംഗ് ആഫ്റ്റർ പേഷ്യന്റ് കെയർ, പേഷ്യന്റിന് ആവശ്യമായ കെയർ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് ലൈക്ക് റെക്കോർഡ് കീപ്പിംഗ്, ബജറ്റിംഗ് എക്സെട്ര. അതുകൂടാതെ തന്നെ പിന്നെന്താ ഡ്യൂട്ടീസ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? പേഷ്യന്റിന്റെ റെക്കോർഡ് സൂക്ഷിക്കുക, കീപ്പ് ചെയ്യുക, അതേപോലെ ബജറ്റിംഗ്. ഇതെല്ലാം എന്താണ്? ഒരു നേഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടീസ് ആണ്. ഇനി ഒരു നേഴ്സിംഗ് ഡയറക്ടർ ആകണമെങ്കിൽ എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം? At minimum, they require co-workers or bachelor degree in nursing along with at least 10 years of experience in deemed firms. എന്താണ് പറയുന്നത്? ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം, നേഴ്സിംഗിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ 10 വർഷത്തെ, കുറഞ്ഞത് 10 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? നേഴ്സിംഗ് ഡയറക്ടർ ഹെൽത്ത് സർവീസിനെ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? നേഴ്സിംഗ് ഡയറക്ടർ ആണ്. എന്തൊക്കെയാ ഡ്യൂട്ടി? നേഴ്സസിനെ ഡയറക്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ എല്ലാ നേഴ്സിംഗ് സ്റ്റാഫുകളെയും സൂപ്പർവൈസ് ചെയ്യുക. പിന്നെന്തായിരുന്നു? പേഷ്യന്റിന് ആവശ്യമായ കെയർ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് എന്തൊക്കെയാ? ബജറ്റിംഗ്, ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് കൂടി അദ്ദേഹം ചെയ്യേണ്ടതുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ എന്തൊക്കെ വേണം? നേഴ്സിംഗ് ഡയറക്ടർ ആണെങ്കിൽ നേഴ്സിംഗിൽ എന്താണ്? ഒരു ഡിഗ്രി വേണം, അതേപോലെ തന്നെ 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നോക്കിക്കോളൂ. അദ്ദേഹത്തിന്റെ നേഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഐശ്വര്യ മ്യൂട്ട് ചെയ്തോളൂ. ഐശ്വര്യ, ഫസ്റ്റ് ഡ്യൂട്ടീസ് നോക്കിക്കോളൂ. ടു ഡയറക്ട്, ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നേഴ്സിംഗ് സ്റ്റാഫ്. എന്താ ചെയ്യേണ്ടത്? നേഴ്സിംഗ് സ്റ്റാഫുകളെ നേരിട്ട് എന്താണ്? അവരുടെ എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മേൽനോട്ടം വഹിക്കുക, അവരെ ഓവർസീ ചെയ്യുക എന്ന് പറയുന്നത് നേഴ്സിംഗ് ഡയറക്ടറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ആ പേരിൽ തന്നെ പറഞ്ഞു, നേഴ്സിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നേഴ്സസിനെ ഡയറക്റ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, ഓക്കെ, അവരെ ഓവർസീ ചെയ്യുക. അതാണ് ഫസ്റ്റത്തെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയേഴ്സ്. പിന്നെ എന്തിനാ ഹെൽപ്പ് ചെയ്യേണ്ടത്? സ്റ്റാഫിംഗ് പ്രൊസീജിയേഴ്സ്. സ്റ്റാഫിംഗ് എന്തായിരുന്നു? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഫിംഗ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു. എന്തായിരുന്നു സ്റ്റാഫിംഗ്? എന്താണ്? ധാരാളം ആപ്ലിക്കേഷൻസ് വരും, അതിൽ നിന്നും എന്താണ്? സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുക, അവരെ അനലൈസ് ചെയ്യുക, അവരെ അപ്പോയിന്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് അല്ലെങ്കിൽ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാവശ്യമായ ഗൈഡൻസ് നൽകേണ്ടത് നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ക്ലിയർ ആണോ? ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയേഴ്സ്. Then third one എന്താ? To set long term goal for the nursing department. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന് മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഗോളുകൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. എന്തോ? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലോങ് ടേം ഗോളുകൾ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. അതായത് അവർക്ക് ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ റിസോഴ്സസ് അലോക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഗോളുകൾ സെറ്റ് ചെയ്യേണ്ടത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, and the next one, settle issues and problems, both departmental issues and patient issues. ഓക്കെ, ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആണെങ്കിലും അതേപോലെ പേഷ്യന്റുമായി ബന്ധപ്പെട്ട മുമ്പൊരു പോയിന്റ് ഇല്ലേ? സോറി, അറേഞ്ച്. ഓക്കെ, അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയർ. എന്തൊക്കെയാണ്? അഡ്മിഷൻ, അതുപോലെ തന്നെ പേഷ്യന്റ് കെയർ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുക, അറേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുക.
ഓക്കെ, പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയും അത് കോർഡിനേറ്റ് ചെയ്യേണ്ടതും നേഴ്സിംഗ് ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെന്താ പറഞ്ഞത്, ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ പേഷ്യന്റിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം എന്താണ് സോൾവ് ചെയ്യേണ്ടത് ആരാണ്? ഇത്തരം പ്രോബ്ലംസ് പരിഹരിക്കേണ്ടതും നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ഓക്കെ, ആൻഡ് റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ്, എന്താണ് ഇതിന്റെ എല്ലാം റിപ്പോർട്ടുകൾ ആർക്ക് സമർപ്പിക്കണം? മാനേജ്മെന്റിന് സമർപ്പിക്കേണ്ടത്. ഫൈനലി ഈ റിപ്പോർട്ട്സുകൾ എല്ലാം സമർപ്പിക്കേണ്ടത് ആർക്കാണ്? മാനേജ്മെന്റിനാണ്. ഈ മാനേജ്മെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആരാണ്? നേഴ്സിംഗ് ഡയറക്ടർ ആണ്. ക്ലിയർ ആണോ? അതായത് നേഴ്സിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളെയും, നേഴ്സിംഗ് പരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നേഴ്സിംഗ് സ്റ്റാഫുകളെയും കൺട്രോൾ ചെയ്യുന്നത്, ഓക്കെ, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഈ നേഴ്സിംഗ് ഡയറക്ടർ ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആണോ? പിന്നെന്താണ് ക്വാളിഫിക്കേഷൻ? അത് രണ്ടും മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നേഴ്സിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? നേഴ്സിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാ നേഴ്സ് സ്റ്റാഫുകളെയും ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ് നേഴ്സിംഗ് ഡയറക്ടർ. ഓക്കെ, ക്വാളിഫിക്കേഷൻ എന്താണ്? ബാച്ചുലർ ഓഫ് ഡിഗ്രി, ഡിഗ്രി ഉണ്ടായിരിക്കണം. ദെൻ 10 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും, അല്ലെ, കുറഞ്ഞത് 10 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. അതിന് താഴെ വരുന്ന ആൾ ആരാണ്? താഴെ വരുന്നതാണ് നേഴ്സിംഗ് സൂപ്രണ്ടന്റ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആക്ട് ആസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദ നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, ഒരു ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ, അതായത് ഈ ഹൈറാർക്കിയിലെ സെക്കൻഡ് കമാൻഡ് ആണ്. സെക്കൻഡ് പൊസിഷനിൽ ആരാണ്? സെക്കൻഡ് പൊസിഷൻ ലീഡ് ചെയ്യുന്ന സ്റ്റാഫ് ആണ് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, he will be held responsible for management and supervision of nursing services of the different departments of the hospitals. സോ നേഴ്സിംഗ് ഡയറക്ടർ എല്ലാ നേഴ്സുകളെയും മൊത്തത്തിൽ എല്ലാവരെയും ഒരുമിച്ചാണ് ഡയറക്റ്റ് ചെയ്തിരുന്നത്. ഓക്കെ, പക്ഷെ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആരെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ആണ്. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലാം ആരാണ്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ക്ലിയർ ആണോ? ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും എല്ലാ കാര്യങ്ങളും, നേഴ്സിംഗ് സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടതും സൂപ്പർവൈസ് ചെയ്യേണ്ടതും നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, in all areas of the nursing activity he will help the nursing director and act as director in the absence of the nursing director. ഓക്കെ, ഇനി നേഴ്സിംഗ് ഡയറക്ടർ ആബ്സെന്റ് ആണ്. അദ്ദേഹത്തിന്റെ എന്താണ് ആബ്സെൻസിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എല്ലാം ചെയ്യേണ്ടത് ആരാണ്? സ്ക്രോൾ ചെയ്യോ? ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? റിജു, ലാസ്റ്റ് പാര, നേഴ്സിംഗ് സൂപ്രണ്ടന്റ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്താണ്? നേഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ക്ലിയർ ആണോ? സോ നേഴ്സിംഗ് ഡയറക്ടർ ആരായിരുന്നു? നേഴ്സിംഗ് ഡയറക്ടർ ആ ഹോസ്പിറ്റൽസിലെ മൊത്തത്തിലുള്ള നേഴ്സിംഗ് സർവീസ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നത് ആരാണ്? നേഴ്സിംഗ് ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ബാച്ചുലർ ഡിഗ്രി. നേഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്താ? ആരാ? സെക്കൻഡ് കമാൻഡ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു? സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റിലെയും കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി പഠിച്ചല്ലോ, എന്തായിരുന്നു? നേഴ്സിംഗ് സൂപ്രണ്ട് ചെയ്യണം. നേഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തിൽ എല്ലാ ഡ്യൂട്ടീസും ഇദ്ദേഹമാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ അതല്ലാത്ത കുറച്ച് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ഹി വിൽ ഹെൽപ്പ് ദ നേഴ്സിംഗ് ഡയറക്ടർ ഇൻ ഹിസ് വർക്ക്. എന്താണ്? നേഴ്സിംഗ് ഡയറക്ടറിന്റെ ജോലിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നേഴ്സിംഗ് സൂപ്രണ്ടന്റ്. ഓക്കെ, ദെൻ അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നേഴ്സസ്. ഓക്കെ, ഓരോ റൊട്ടേഷൻ വൈസ് അല്ലെങ്കിൽ ഷിഫ്റ്റ് വൈസ് ആണ് നേഴ്സസ് ഡ്യൂട്ടീസ് ചെയ്യുന്നത്, അല്ലേ? ഷിഫ്റ്റ് വൈസ് ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഷെഡ്യൂള് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ജോലി സമയം ഷിഫ്റ്റ് തയ്യാറാക്കേണ്ടത് ആരാണ്? നേഴ്സിംഗ് സൂപ്രണ്ട്.
ഓക്കെ, അതിന് ഉത്തരവാദിത്തമുള്ളത് അക്കൗണ്ടബിൾ ആണ്, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് ആര്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ്. Then check and confirm the duty roster of staff nurses prepared by nursing in charge. നേഴ്സിംഗ് ഇൻ ചാർജ് പ്രിപ്പയർ ചെയ്യുന്ന വർക്ക് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യുകയും കൺഫേം ചെയ്യേണ്ടതും ആരാണ്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? നേഴ്സിംഗ് ഡയറക്ടറെ ഹെൽപ്പ് ചെയ്യണം. പിന്നെന്തായിരുന്നു? ഡ്യൂട്ടീസ് ഷെഡ്യൂൾ ചെയ്യണം. ഓക്കെ, ഡ്യൂട്ടീസ് ഷെഡ്യൂൾ ചെയ്യുക. ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് എന്താണ്? ഷെഡ്യൂൾ ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. മൂന്നാമത്തെ എന്താണ്? നേഴ്സിംഗ് ഇൻചാർജിലെ ലിഫ്റ്റ് ചെക്ക് കൺഫേം ചെയ്യണം. നേഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കുന്ന വർക്ക് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ ലിസ്റ്റ് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ദെൻ ഫോർത്ത് വൺ നോക്കിക്കോളൂ. അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. ഓക്കെ, നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും, അവരിൽ നിന്നും ഓക്കെ ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ആ സമയത്ത് അപ്ഡേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അതായത് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നേഴ്സസ് പ്രോപ്പർ ആയിട്ട് എല്ലാ വർക്കും ചെയ്തിട്ടുണ്ടോ, ഇത്തരം അപ്ഡേഷൻസ് എന്ത് ചെയ്യണം? റിസീവ് ചെയ്യേണ്ട ഉത്തരവാദിത്തവും ആർക്കാണ്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ് തന്നെയാണ്. ക്ലിയർ ആണോ? നൈറ്റ് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്താണ്? റിസീവ് ചെയ്യേണ്ടതും ഇദ്ദേഹം തന്നെയാണ്. ദെൻ ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. എന്താ സ്റ്റാഫ് മീറ്റിംഗ്? എന്താണ്? റെഗുലർ ആയിട്ട് സ്റ്റാഫ് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യേണ്ടതും ഈ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ദെൻ കീപ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. ഓക്കെ, ട്രെയിനിങ് അതേപോലെ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്ത സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അവരുടെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടത് ആരാണ്? ഈ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് സൂപ്പർവൈസ് നീറ്റ്നെസ് ഓഫ് ദ വാർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നേഴ്സിംഗ് ഇൻചാർജ്. നേഴ്സിംഗ് ഇൻചാർജിന്റെ കൂടെ തന്നെ സഹായത്തോടു കൂടി തന്നെ ഓരോ വാർഡുകളിലെയും നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യേണ്ടതും ഇദ്ദേഹമാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, arrange and plan nursing care activates of the wards as per hospital policies and services. ഓക്കെ, ഓരോ വാർഡിലും എന്താണ്? ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ചാണ് ഓരോ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത്. അത്തരം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതും ആരാണ്? ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ച് നഴ്സിംഗ് കെയർ സർവീസുകൾ അറേഞ്ച് ചെയ്യേണ്ടതും പ്ലാൻ ചെയ്യേണ്ടതും നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ക്ലിയർ ആണോ? എന്തൊക്കെയാ ഡ്യൂട്ടീസ് അപ്പൊ അദ്ദേഹത്തിൻ്റെത്? എന്തായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? നേഴ്സിംഗ് വർക്കിനെ ഹെൽപ്പ് ചെയ്യുക, അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഹെൽപ്പ് ചെയ്യുക. ദെൻ ഷിഫ്റ്റ് ഷെഡ്യൂൾ ഓക്കെ, ഷെഡ്യൂൾ എന്താണ്? ഡ്യൂട്ടി ഷെഡ്യൂൾ ചെയ്യുക. അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു? നേഴ്സിംഗ് ഇൻചാർജില് വർക്ക് ഷീറ്റില് ലിഫ്റ്റ് ചെക്ക് ചെയ്യുക, കൺഫേം ചെയ്യുക. പ്രിപ്പയർഡ് ബൈ എന്നാ പറഞ്ഞേക്കുന്നത്. നേഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, ഏത് ചാർജുള്ള ആ ഡ്യൂട്ടി ചെയ്യേണ്ട നേഴ്സ് ചെയ്യുന്ന തയ്യാറാക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ആ നേഴ്സിംഗ് ലിസ്റ്റ് ഉണ്ട്, വർക്ക് ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അതെന്താണ്? ചെക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതും ആരാണ്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ദെൻ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസറിൽ നിന്ന് റിപ്പോർട്ട് റിസീവ് ചെയ്യും. റിപ്പോർട്ട് റിസീവ് ചെയ്യേണ്ടതും ഇദ്ദേഹം തന്നെയാണ്. ദെൻ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർ ആയിട്ട് ഓർഗനൈസ് ചെയ്യണം. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, ദെൻ ട്രെയിനിങ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തവരുടെ റിപ്പോർട്ട് കീപ്പ് ചെയ്യണം. നേഴ്സ് ഇൻചാർജിന്റെ ഹെൽപ്പോട് കൂടി ഓരോ വാർഡിലെയും നീറ്റ്നെസ് ചെക്ക് ചെയ്യണം. നീറ്റ്നെസ് സൂപ്പർവൈസ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? നേഴ്സിംഗ് ആക്ടിവിറ്റീസ് പോളിസീസ് പ്ലാൻ ഒക്കെ ചെക്ക് ചെയ്യും. അല്ല, ഹോസ്പിറ്റൽ പോളിസീസ് അനുസരിച്ചാണ് നേഴ്സിംഗ് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അത്തരം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതെല്ലാം ആരാണ്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ക്ലിയർ ആണോ? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. അതിനുശേഷം വരുന്നത് ആരാ? ഡയറക്ടർ കഴിഞ്ഞു, അതിനുശേഷം സൂപ്രണ്ടന്റ് വന്നു. തേർഡ് പൊസിഷനിൽ ആരാ? നേഴ്സിംഗ് സൂപ്പർവൈസർ.
ഓക്കെ, നേഴ്സിംഗ് സൂപ്രണ്ടന്റ് താഴെ വരുന്നതാണ് നേഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? നേഴ്സിംഗ് സൂപ്പർവൈസർ ഈസ് കൺസിഡേർഡ് ആസ് നേഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആൻഡ് ഈസ് പാർട്ട് ഓഫ് ദ ലീഡർഷിപ്പ് ടീം ആൻഡ് ഈസ് കൺസിഡേർഡ് ആസ് എ നേഴ്സിംഗ് എക്സിക്യൂട്ടീവ്. ഓക്കെ, എന്താ അതിൽ പറയുന്നത്? നേഴ്സിംഗ് സൂപ്പർവൈസർ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു നേഴ്സിംഗ് എക്സിക്യൂട്ടീവ്. ഓക്കെ, അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് നേഴ്സിംഗ് എക്സിക്യൂട്ടീവ്. അദ്ദേഹവും നേരത്തെ പറഞ്ഞ ലീഡർഷിപ്പ് ടീമിലെ ഒരു ഭാഗമാണ്. ഇനി there is a nursing supervisor available around the clock. ഓക്കെ, പിന്നെന്താ പറയുന്നത്? 24 hours ഒരു ഹോസ്പിറ്റൽസിൽ സൂപ്പർവൈസറുടെ എന്താണ് സേവനം ലഭ്യമായിരിക്കണം. ഓക്കെ, 24 hours എന്താണ് സൂപ്പർവൈസറുടെ സേവനം. നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് അല്ലേ, അത് 12 മണിക്കായിരിക്കും സാറ് കയറുന്നത്. 12 മണിക്കാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നേഴ്സിംഗ് സൂപ്പർവൈസർ? എന്താണ് 24 മണിക്കൂറും എന്താണ് ഒരു ഹോസ്പിറ്റൽസിൽ ഈ നേഴ്സിംഗ് സൂപ്പർവൈസറിന്റെ എന്താണ് സർവീസ് ലഭ്യമായിരിക്കണം. ദെൻ നേഴ്സിംഗ് സൂപ്പർവൈസർ ഷുഡ് ഓൾവേസ് ബി റെഡി ടു അറ്റൻഡ് പേഷ്യന്റ് ഈദർ ഇൻ പേഴ്സൺ ഓർ ബൈ വേ ഓഫ് കൺസൾട്ടേഷൻ ഇൻ ആൻ ഓൺ കോൾ കപ്പാസിറ്റി. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? നേഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, നോക്കിക്കോളൂ. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? ഫസ്റ്റത്തെ പറഞ്ഞു നേഴ്സിംഗ് സൂപ്പർവൈസർ എന്താണ്? നേഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, 24 മണിക്കൂറും അദ്ദേഹത്തിന്റെ സേവനം ഒരു ഹോസ്പിറ്റൽസിൽ ലഭ്യമായിരിക്കണം. ഒരു പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ ഇൻസ്ട്രക്ഷൻ നൽകുക. എങ്ങനെയാണ്? നേരിട്ടോ അല്ലാതെ ഫോണിലൂടെയോ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു നേഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ഏത് സമയത്താണെങ്കിലും പേഷ്യന്റിന് ആവശ്യമായ കെയർ, അതേപോലെ ഇൻസ്ട്രക്ഷൻസ് നേരിട്ടോ അതല്ലെങ്കിൽ ഫോണിലൂടെയോ നൽകേണ്ടത് ഒരു നേഴ്സിംഗ് എക്സിക്യൂട്ടീവിന്റെ അല്ലെങ്കിൽ നേഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. The nursing superintendent oversees the nursing supervisor. ഓക്കെ, അപ്പൊ നേഴ്സിംഗ് സൂപ്പർവൈസറെ ഓവർസീ ചെയ്യുന്നത് ആരാണ്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും. ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓവർസീ ചെയ്യുന്നത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ക്ലിയർ ആണോ? നേഴ്സിംഗ് സൂപ്പർവൈസർ. നേഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 24 മണിക്കൂറും ഒരു ഹോസ്പിറ്റൽസിൽ ഈ നേഴ്സിംഗ് സൂപ്പർവൈസറുടെ സേവനം ലഭ്യമായിരിക്കണം. ഓക്കെ, ഒരു പേഷ്യന്റിന് ആവശ്യമായ കെയർ, അതേപോലെ തന്നെ എന്താണ് നിർദ്ദേശങ്ങൾ നേരിട്ടോ അതല്ലെങ്കിൽ ഫോണിലൂടെ അദ്ദേഹം നൽകിയിരിക്കണം. ഇദ്ദേഹത്തെ സൂപ്പർവൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓവർസീ ചെയ്യുന്നത് ആരാണ്? നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിരിക്കും. ദെൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ, കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള കറക്റ്റ് എന്താണ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക, അതേപോലെ തന്നെ അവർക്ക് ട്രെയിനിങ് നൽകുന്നതിൽ അസൈൻ ചെയ്യുക, ഷെഡ്യൂളുകൾ നൽകുക, അവരെ കോച്ച് ചെയ്യുക. ഇത്തരം കാര്യങ്ങളിൽ നേഴ്സിംഗ് സൂപ്രണ്ടിനെ അസിസ്റ്റ് ചെയ്യേണ്ടതിന് ഉത്തരവാദിത്തം ആർക്കാണ്? നേഴ്സിംഗ് സൂപ്പർവൈസർക്കാണ്. ഓക്കെ, then meet operational standards by donating information to strategic plans and procedures. ഓക്കെ, അതിലെന്താ പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഹോസ്പിറ്റൽസിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ഡാറ്റാസ്, വിവരങ്ങൾ, പ്ലാൻസ് എല്ലാം നൽകേണ്ടതും പ്രൊവൈഡ് ചെയ്യേണ്ടതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ, maintain nursing principles and right norms, policies and procedures. നേഴ്സിംഗ് പ്രിൻസിപ്പിൾ എന്താ? പേഷ്യന്റിന് കെയർ നൽകുക, നല്ല രീതിയിലുള്ള കെയർ നൽകുക, അതേപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ്? ഒരു നേഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നീഡ്സുകൾ, ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. പേഷ്യന്റ് കെയർ സർവീസുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകൾ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക, രേഖകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് ആണ്, കൺഫേം ഓപ്പറേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് ആൻഡ് വെരിഫൈ എമർജൻസി എക്യുപ്മെന്റ് അവൈലബിലിറ്റി. ധാരാളം മെഡിക്കൽ ഡിവൈസുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അതെല്ലാം എങ്ങനെയാണ്? പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ?
അതേപോലെ തന്നെ എമർജൻസി എക്യുപ്മെന്റ്സുകൾ എന്താണ് അവൈലബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇതെല്ലാമാണ് ഒരു സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ ആരാണ്? ഇറ്റ്സ് ഓൾസോ നോൺ ആസ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ്സ്. ഓക്കെ, പിന്നെന്താണ്? 24 hours 24 hours-ഉം നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ സർവീസ് ലഭ്യമാണ്. അവൈലബിൾ ആയിരിക്കണം. പിന്നെന്തായിരുന്നു? പേഷ്യന്റിന്റെ കെയറും അതിനകത്ത് ഇൻസ്ട്രക്ഷൻസും നൽകണം. പേഷ്യന്റിന് ആവശ്യമായ കെയർ അതേപോലെ നിർദ്ദേശങ്ങൾ ഇൻസ്ട്രക്ഷൻസ് നേരിട്ടോ അതല്ലെങ്കിൽ ഫോണിലൂടെയോ നൽകിയിരിക്കണം. പിന്നെന്തൊക്കെയാ ഡ്യൂട്ടീസാ പറയുന്നത്? കറക്റ്റ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യേണ്ടതും സെലക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഓറിയന്റ് എന്താണ് പരിചയപ്പെടുത്തുക, എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ആ എൻവയോൺമെന്റുമായിട്ട് ഒരു പരിചയം ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക, അതേപോലെ അവർക്ക് ട്രെയിനിങ് നൽകുക, ഓക്കെ, അവർക്ക് എന്താണ് കോച്ചിങ് നൽകുക, കൗൺസിലിംഗ് അഡ്വൈസുകൾ നൽകുക. ഇത്തരം കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെയും കൂടി ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെന്തായിരുന്നു? ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിന് ആവശ്യമായ ഡാറ്റാസ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ നേഴ്സിംഗ് പ്രിൻസിപ്പിൾസ്, അതായത് എന്താണ് നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ, നേഴ്സ് എന്താണ് നല്ല രീതിയിൽ പേഷ്യന്റിനെ കെയർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ റൂൾസ് ആൻഡ് പോളിസീസും ഹോസ്പിറ്റൽസിന്റെ എല്ലാ പോളിസീസും അനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ കെയർ നൽകുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡ്യൂട്ടിയും ഇദ്ദേഹത്തിൻ്റെതാണ്. ദെൻ ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ്. ഓക്കെ, നല്ലൊരു റിലേഷൻഷിപ്പ് പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയും അതിലൂടെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും വേണം. ഓക്കെ, പിന്നെന്തായിരുന്നു? ഇൻഫോർമേഷൻസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യണം? അതിന് മുന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നു, പ്രൊവൈഡ് ഇൻഫോർമേഷൻ നീഡഡ് ടു പേഷ്യന്റ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. ഹെൽത്ത് കെയർ ടീമിനും അതേപോലെ തന്നെ പേഷ്യന്റിനും ആവശ്യമായ ഇൻഫോർമേഷൻസ് വിവരങ്ങൾ പാസ് ചെയ്യേണ്ടതും വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതും ഈ സൂപ്പർവൈസർ ആണ്. ഓക്കെ, പിന്നെന്താണ്? ഡോക്യുമെന്റേഷൻ. പേഷ്യന്റ് കെയർ സർവീസുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകൾ കീപ്പ് ചെയ്യേണ്ടത് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഇദ്ദേഹം തന്നെയാണ്. ദെൻ ലാസ്റ്റ് വൺ എന്തായിരുന്നു? എക്യുപ്മെന്റ്സുകൾ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, എമർജൻസി എക്യുപ്മെന്റ്സുകൾ എന്താണ് അവൈലബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതും ഒരു സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് പൊസിഷനിൽ ആരാ വരുന്നത്? നഴ്സിംഗ് സൂപ്പർവൈസർ കഴിഞ്ഞു. ദെൻ നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, നോക്കിക്കോളൂ. It is the duty of the nursing in charge to schedule and direct the nursing care in a specific ward or unit during each assigned shift. If there is any problem with the patient, it is the nursing in charge who contact the patient first. If the patient not satisfied with her thus response, ask to speak to the nurse supervisor. എന്താ പറയുന്നത്? ഓക്കെ, ഓരോ നേഴ്സും ഏത് സ്പെസിഫിക് വാർഡിലാണ് ഡ്യൂട്ടി ചെയ്യേണ്ടതെന്ന് ഷെഡ്യൂൾ ചെയ്യേണ്ടത് ആരാണ്? നേഴ്സിംഗ് ഇൻചാർജ് ആണ്. നമ്മൾ നേരത്തെ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നേഴ്സിംഗ് സൂപ്രണ്ടന്റിൽ പഠിച്ചു. എന്താ പഠിച്ചത്? നേഴ്സിംഗ് ഇൻചാർജ് തയ്യാറാക്കുന്ന വർക്ക് ലിസ്റ്റ് കൺഫേം ചെയ്യുക, ചെക്ക് ചെയ്യുക, പഠിച്ചില്ലേ? അപ്പൊ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആരാ? നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ക്ലിയർ ആണോ? ഓരോ നേഴ്സും ഏത് ഏരിയയിലാണ് ഏത് വാർഡിലാണ് ജോലി ചെയ്യേണ്ടത് ഡ്യൂട്ടി ചെയ്യേണ്ടത് എന്നുള്ള ഷിഫ്റ്റ്, ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ, ഇനി എന്താണ്? ഒരു പേഷ്യന്റുമായിട്ട് പേഷ്യന്റിന് സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫ് റിജോ. നേഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, എന്താണ്? ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ആരെന്ത് ചെയ്യണം? ആരാ ചെല്ലേണ്ടത്? നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ, ആ പേഷ്യന്റുമായിട്ട് സംസാരിക്കേണ്ടത് നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ, നേഴ്സിംഗ് ഇൻചാർജിന്റെ ആ റെസ്പോൺസിൽ എന്താണ്? ആ പേഷ്യന്റ് എന്താണ് സംതൃപ്തനല്ല എങ്കിൽ നെക്സ്റ്റ് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ആരുമായിട്ടായിരിക്കും? സൂപ്പർവൈസർ. നേഴ്സിംഗ് സൂപ്പർവൈസറുടെ അടുത്തേക്കായിരിക്കണം അദ്ദേഹം ചെല്ലേണ്ടത്. ക്ലിയർ ആണോ? സോ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഓരോ നേഴ്സസും ഏത് സ്പെസിഫിക് വാർഡിലാണ് ഡ്യൂട്ടി ചെയ്യേണ്ടത് അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ, പേഷ്യന്റിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ഇനി പേഷ്യന്റ് ഇതിൽ ഓക്കെ അല്ല, ഓക്കെ, ദെൻ എങ്ങോട്ടേക്ക് പോകണം?
നേഴ്സിംഗ് സൂപ്പർവൈസർ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നേഴ്സിംഗ് സൂപ്പർവൈസറുമായിട്ടായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് വൺ എന്താണ്? സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നേഴ്സിംഗ് സ്റ്റാഫ്. എല്ലാ നേഴ്സിംഗ് സ്റ്റാഫുകളെയും എന്താണ്? സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യുക. റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് കെയർ. ഓക്കെ, എന്താണ്? പേഷ്യന്റ് സർവീസ്. ഹൈ ലെവൽ ഓഫ് പേഷ്യന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് ആര്? നേഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത്. Then to prepare monthly duty roster and report supervisor. എന്ത് ചെയ്യണം? എന്താ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ? വർക്ക് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ലിസ്റ്റ്. ഓക്കെ, ഓരോ മാസത്തെയും വർക്ക് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് തയ്യാറാക്കുകയും അത് ആർക്ക് കൊടുക്കണം? സൂപ്പർവൈസറിന് ആ റിപ്പോർട്ട് കൈമാറുകയും വേണം. ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ. ഓക്കെ, വാർഡിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഓവർസീ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യേണ്ടതും ആരാണ്? നേഴ്സ് ഇൻചാർജ് ആണ്. ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻസ് ആൻഡ് നാർക്കോട്ടിക് റിപ്പോർട്ട്സ്. ഓക്കെ, മരുന്നുകൾ, അതേപോലെ തന്നെ പിന്നെന്താണ്? ഡ്രഗ്സ്. ഓക്കെ, നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ കീപ്പ് ചെയ്യേണ്ടതും ആരാണ്? നേഴ്സിംഗ് ഇൻചാർജ് ആണ്. ക്ലിയർ ആണോ? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാ? നേഴ്സിംഗ് സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യും. ആ റോസ്റ്റർ, അതായത് എന്താണ്? ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ വർക്ക് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് തയ്യാറാക്കേണ്ട ഡ്യൂട്ടിയും ആർക്കാണ്? ഇദ്ദേഹത്തിന് തന്നെയാണ്, നേഴ്സിംഗ് ഇൻചാർജിനാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു? നേഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകുക. പിന്നെന്താണ്? ഹൈ ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനും ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന് തന്നെയാണ്. പിന്നെന്തായിരുന്നു? ഓരോ മാസത്തെയും വർക്ക് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയും അത് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം? സൂപ്പർവൈസറിന് ഹാൻഡ് ഓവർ വേണം. പിന്നെന്താണ്? വാർഡിലെ പ്രവർത്തനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ മെഡിക്കേഷൻസ് ആൻഡ് നാർക്കോട്ടിക് റിപ്പോർട്ട്സ്. ഓക്കെ, മെഡിസിൻസ് അല്ലെങ്കിൽ എന്താണ്? ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാ? സ്റ്റാഫ് നേഴ്സ് ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാ? ആരാണ് സ്റ്റാഫ് നേഴ്സ്? It is the staff nurse who handles the largest segment of healthcare work. Okay, staff nurse must have a bachelor degree of diploma from recognized nursing program. They spend a lot of their time providing direct patient care. Staff nurse continuously observe, monitor and assess the progress of each patient. If there is a sudden change in any patient's condition, nurses takes appropriate action such as medications or calling the doctor. Okay, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഏത് നേഴ്സിനെയാണ് കാണുന്നത്? കൂടുതലും സ്റ്റാഫ് നേഴ്സിനെയാണ് അല്ലേ? സ്റ്റാഫ് നേഴ്സിനെയാണ്. ഓക്കെ, അവരുടെ ഡ്യൂട്ടി എന്താണ്? ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഹോസ്പിറ്റൽസിലെ ഏറ്റവും വലിയ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സ് ആണ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അവര് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ആവശ്യമായ മെഡിസിൻസ് നൽകണം. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ലാർജ് സെഗ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സ് ആണ്. ഓക്കെ, അവർക്ക് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ? ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ. ഓക്കെ, ഒരു നഴ്സിംഗ് റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാംസിൽ എന്താണ്? ഒരു ഡിഗ്രിയോ ഒരു ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ഏറ്റവും കൂടുതൽ ടൈം പേഷ്യന്റുമായിട്ട് പേഷ്യന്റ് കെയർ നൽകുന്നതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? സ്റ്റാഫ് നേഴ്സ് ആണ്. ഓക്കെ, കൂടുതൽ സമയം ഡ്യൂട്ടി ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സ് ആണ്. എന്തൊക്കെയാ അവരുടെ ഡ്യൂട്ടി? കണ്ടിന്യൂസ്ലി ഒബ്സർവ്, മോണിറ്റർ ആൻഡ് അസസ് ദ പ്രോഗ്രസ് ഓഫ് ഈച്ച് പേഷ്യന്റ്. ഓരോ പേഷ്യന്റിന്റെയും എന്താണ്? വൈറ്റൽ സയൻസ്, വൈറ്റൽസ് അതേപോലെ തന്നെ എന്താണ്? മോണിറ്റർ ചെയ്യണം. ഓരോ പേഷ്യന്റിനെയും തുടർച്ചയായിട്ട് ഒബ്സർവ് ചെയ്യണം. അദ്ദേഹത്തിന്റെ പ്രോഗ്രസ്സുകൾ എന്താണ്? മാറ്റങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത് ആരാണ്? ഒരു സ്റ്റാഫ് നേഴ്സ് ആണ്. ഓക്കെ, then if there is എന്തെങ്കിലും ഒരു ചേഞ്ച്, സഡൻ ചേഞ്ച് ആ പേഷ്യന്റിന് ഉണ്ടായാൽ ഉടൻ തന്നെ ആവശ്യമായ മെഡിസിൻ നൽകുകയോ അതുമല്ലെങ്കിൽ എന്താണ്? ഡോക്ടറെ വിളിക്കേണ്ടതും ഈ സ്റ്റാഫ് നേഴ്സ് ആണ്. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് പേഷ്യന്റ്. ഓക്കെ, പേഷ്യന്റുമായിട്ട് എന്താണ്? ഒരു റിലേഷൻഷിപ്പ്, ഒരു പേഴ്സണൽ റിലേഷൻസ് ബിൽഡ് ചെയ്യുക.
Okay, establish a sympathetic environment providing emotional, psychological, spiritual support to patients, friends, families. പേഷ്യന്റിനും അതേപോലെ തന്നെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനും എന്താണ് ഒരു ഇമോഷണൽ സപ്പോർട്ട് നൽകുക. സോൾവ് പേഷ്യൻസ് പ്രോബ്ലം, മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയോൺമെന്റ്. എന്താണ് പേഷ്യന്റിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഓക്കെ, ആ എൻവയോൺമെന്റ്, ആ ഒരു ഹെൽത്ത് എന്താണ്, ആ ഒരു അറ്റ്മോസ്ഫിയർ പ്രോപ്പർ ആയിട്ട് സേഫ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയേഴ്സ്, മെഡിസിൻസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജു? മെഡിസിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഓക്കെ, സൂപ്പർവൈസ് ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിംഗ്. ചാർട്ട് ഉണ്ടായിരിക്കും ഓരോ പേഷ്യന്റിനും അല്ലെ, അതിലെന്താണ് അവരുടെ ഓരോ വിവരങ്ങളും എന്താണ് രേഖപ്പെടുത്തുക. ഇതെല്ലാം ആരുടെ ഡ്യൂട്ടിയാണ്? സ്റ്റാഫ് നേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. Then maintain patient confidence and keep information confidential. Okay, പേഷ്യന്റിന്റെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ അസുഖവുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുക. അത് സീക്രട്ട് ആയിട്ട് മറ്റുള്ളവരോട് എന്താണ് പറഞ്ഞു നടക്കാതെ അത് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുക. മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്കിംഗ്. എന്താണ് മെഡിസിൻസ് അതേപോലെ തന്നെ മെഡിക്കൽ സപ്ലൈസ് ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള ഡിവൈസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിന്റെ എല്ലാം സ്റ്റോക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം എന്താണ് സ്റ്റോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കേണ്ടത് ആരാണ്? സ്റ്റാഫ് നേഴ്സ് ആണ്. ഓക്കെ, മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പ്. ഓക്കെ, അവരുടെ പ്രൊഫഷണൽ നോളജ് അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കേണ്ടതും ഓക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു സ്റ്റാഫ് നേഴ്സിന്റെ അവരുടെ സ്കില്ല് എന്താണ് എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായ വർക്ക്ഷോപ്പുകളിലും അതേപോലെ ട്രെയിനിങ്സിലും പങ്കെടുക്കുക. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ഇനി ഏറ്റവും ലാസ്റ്റ് ആ ഹൈറാർക്കിയിലെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ആരാ? നേഴ്സിംഗ് അസിസ്റ്റന്റ്. ഈ സ്റ്റാഫ് നേഴ്സിനെ ചെയ്യുന്ന ആള് അല്ലേ? സ്റ്റാഫ് നേഴ്സിന് ആവശ്യമായ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, നേഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് നേഴ്സിംഗ് ഈസ് ഇൻഡിവിജ്വൽ who works under a staff nurse in supportive role under. Assistant have duties like helping patients with their basic needs. They must be completed short-term diploma course of nursing. ആരാണ് നേഴ്സിംഗ് സ്റ്റാഫ് നേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സപ്പോർട്ട് റോൾ ആണ് അദ്ദേഹത്തിനുള്ളത്. ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? പേഷ്യന്റിന്റെ ബേസിക് നീഡ്സിൽ ഹെൽപ്പ് ചെയ്യുക. ഇതാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഡ്യൂട്ടി. ഇനി എന്താ ക്വാളിഫിക്കേഷൻ? എന്താ? ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സ്. ഓക്കെ, ഒരു ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സ് നേഴ്സിംഗിൽ ഒരു ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാ? മെയിൻലി നമ്മൾ പറഞ്ഞു പേഷ്യന്റുമായി ബന്ധപ്പെട്ട അല്ലെ ബേസിക് നീഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റ് ചെയ്യേണ്ടത്. എന്തൊക്കെയായിരിക്കാം? ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദ ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുക. ക്ലീൻ ആൻഡ് ബേത്ത് പേഷ്യൻസിനെ ബേത്ത് ചെയ്യിപ്പിക്കുക, അതേപോലെ കുളിപ്പിക്കുക, അതേപോലെ ക്ലീൻ ചെയ്യിപ്പിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. ദെൻ മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്. ഓക്കെ, പേഷ്യൻസിന്റെ ഹൈജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ ബെഡ്ഷീറ്റുകൾ എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്യുക. ടേൺ റീപൊസിഷൻ ആൻഡ് മൂവ് പേഷ്യൻസ് ബിറ്റ്വീൻ വീൽ ചെയേഴ്സ് സീറ്റ്സ് ആൻഡ് ബെഡ്സ്. ഓക്കെ, എന്താ അതിൽ പറയുന്നത്? പേഷ്യന്റിനെ ടേൺ ചെയ്യിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യിപ്പിക്കുക, അതേപോലെ പൊസിഷൻ മാറ്റുക. ഓക്കെ, വീൽ ചെയറിലോട്ടോ അല്ലെങ്കിൽ സീറ്റിലോട്ടോ ഒക്കെ മാറ്റിയിരുത്തുന്നതും ആരായിരിക്കണം? ഈ ഒരു ആരാണ്? നേഴ്സിംഗ് അസിസ്റ്റന്റ്. മീൽസ് ആൻഡ് ഹെൽപ്പ് പേഷ്യന്റ് ടേക്ക് ദെയർ ഫുഡ് സെർവ് ചെയ്യുക, അതേപോലെ തന്നെ ഫുഡ് ടേക്ക് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുക. മെഷേഴ്സ് വൈറ്റൽ സൈൻസ് സച്ച് ആസ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് ടു RN. ഓക്കെ, എന്താണ് ഒരു പേഷ്യന്റിന്റെ എന്തോ സ്ക്രീനിൽ കാണുന്നില്ല. ലാസ്റ്റ് ഓക്കെ റിജോ ലാസ്റ്റ് പേജ്
ഓക്കെ, എന്തൊക്കെയാണ്? വൈറ്റൽ സയൻസ്, പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസ് മെഷർ ചെയ്യുക. ഓക്കെ, ഏതൊക്കെയാണത്? ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യുക. അത് ആ റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കണം? രജിസ്റ്റേർഡ് നേഴ്സിന്, അതിൽ ഉയർന്ന പൊസിഷനിലുള്ള നേഴ്സിന് സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു നെക്സ്റ്റ് ഒരു ക്ലാസ്സും കൂടി വരുന്നുണ്ട്. അതിലെന്താണ്? നല്ല രീതിയിൽ ഇത് വായിക്കുക. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കണം. ക്ലിയർ ആണല്ലോ? ദെൻ എൽമയ്ക്ക് ഇൻട്രൊഡക്ഷൻ അല്ലേ വേണ്ടത്? ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തത് നേഴ്സിംഗ് എന്താണെന്ന് പറഞ്ഞു. നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ആളുകൾക്കും അവരുടെ ഹെൽത്ത് അല്ലെങ്കിൽ വെൽബീയിങ്ങുമായി ബന്ധപ്പെട്ട നേഴ്സിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓരോ ഇൻഡിവിജ്വൽസിനെയും അവരുടെ ഹെൽത്ത് അതേപോലെ തന്നെ വെൽബീയിങ്ങിന് ആവശ്യമായ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആണ് നേഴ്സിംഗ്. ദെൻ നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റൽസിലെ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ്. ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ എന്താ പറയുന്നത്? The definition of administration refers to the collection of people. അതായത് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആളുകളെ, സ്റ്റാഫുകളെ, ഇതിൽ ആവശ്യമായ വർക്കേഴ്സിന് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ഓക്കെ, അവരെ നിയമിക്കുക. അതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള ചില പ്രോസസ്സിലൂടെ അവർ കടന്നു പോകണം. അതായത് സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുക, അവരെ അനലൈസ് ചെയ്യുക, അവർക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷമായിരിക്കണം അപ്പോയിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുക, ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുക. ഇതിനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് നമ്മൾ നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി സ്റ്റാഫിംഗ് എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു സ്റ്റാഫിംഗ്? നെഹ്റിൻ, എന്തായിരുന്നു സ്റ്റാഫിംഗ്? റൈറ്റ് പൊസിഷനിൽ എംപ്ലോയേഴ്സിനെ സ്റ്റാഫിംഗ് അല്ലെങ്കിൽ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് പൊസിഷനിൽ റൈറ്റ് പേഴ്സൺ എന്താണ് അപ്പോയിന്റ് ചെയ്യുക. അതിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഒരു റാൻഡം ബേസിലല്ല ഒരാൾ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ? അവർക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഈ ഡ്യൂട്ടി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ അവർക്കുണ്ടോ? ഓക്കെ, അവരതിനെന്താണ് ട്രെയിനിങ്സ് അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളുടെ ബേസിലാണ് ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് സ്റ്റാഫിംഗ് അല്ലെങ്കിൽ സ്റ്റാഫിംഗ് പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഒരു 2 ഫാക്ടേഴ്സ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു സ്റ്റാഫിംഗുമായി ബന്ധപ്പെട്ട്. എന്തൊക്കെയായിരുന്നു അത്? എന്തായിരുന്നു? ഏത് ഫീൽഡിലാണോ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളത് അതേ ഫീൽഡിലോട്ട് അപ്പോയിന്റ് ചെയ്യുക. സ്റ്റാഫിംഗിന്റെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് അല്ലെ? ക്വാളിറ്റി വേണം, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി വേണം. എത്ര നമ്പേഴ്സ് ഓഫ് സ്റ്റാഫ് ആണെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യുക. അവർക്ക് അതിനെന്താണ് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് വൺ ആയിരുന്നു യൂട്ടിലൈസേഷൻ. എന്താണ്? അവർക്ക് ഏത് മേഖലയിലാണ് ലഭിച്ചത് ആ മേഖലയിൽ തന്നെ ഡ്യൂട്ടി നൽകുക. അതിനുശേഷം സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് പഠിച്ചു. ഓക്കെ, ഒരു ഹോസ്പിറ്റൽസിലേക്ക് ഓരോ സ്റ്റാഫുകളെ നിയമിക്കുമ്പോഴും ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണത്? ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി നോക്കണം, വേണ്ടേ? ദെൻ ഹോസ്പിറ്റൽസിന്റെ നമ്പർ ഓഫ് ബെഡ്, പിന്നെ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതിന്റെയൊക്കെ ബേസിലാണ് ഓരോ സ്റ്റാഫുകളെയും നിയമിക്കുന്നത്. ഇനി അവരുടെ ഡ്യൂട്ടീസ് എങ്ങനെയാ തീരുമാനിക്കുന്നത്? അവരുടെ വർക്ക് ലോഡ് തീരുമാനിക്കുന്നത് എങ്ങനെയാ? കാറ്റഗറി ബേസ് പേഷ്യന്റിന്റെ എണ്ണത്തോളം കാറ്റഗറീസ് ബേസിലുമാണ് അവരുടെ ഡ്യൂട്ടീസ് തീരുമാനിക്കുന്നത്. Then 2 types of patient care ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയറും. ഡയറക്റ്റ് കെയർ വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് കെയർ വരുന്നുണ്ട്. എന്നാൽ ഡയറക്റ്റ് കെയർ എന്താ? ഇമോഷണൽ സപ്പോർട്ട്. ആവശ്യമായ കെയർ ഡയറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് ഒരു നേഴ്സ് നേരിട്ട് തന്നെ ആ പേഷ്യന്റിന് ആവശ്യമായ എല്ലാ കെയറും ചെയ്തു കൊടുക്കുക. അതായത് എന്താണ്? മെഡിസിൻസ് കൊടുക്കുക, അതേപോലെ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, പിന്നെ എന്താണ്? ട്രീറ്റ്മെന്റ് നൽകുക, മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് കെയർ എന്താ? പേഷ്യന്റായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല, ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ലൈക്ക് എന്തൊക്കെയാണ്? ഡിസ്ചാർജ് ചെയ്യുക, പിന്നെന്തായിരുന്നു? റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ എന്താണ്? ഇൻഡയറക്റ്റ് കെയറിലാണ് വരുന്നത്. ഓക്കെ, ഇനി സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താണ്? സ്റ്റാഫ് ഡെവലപ്മെന്റ്
ഒരു ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്ന നേഴ്സിന്റെയും മറ്റ് സ്റ്റാഫിന്റെയും വ്യക്തിപരമായ പ്രൊഫഷണലുള്ള ഡെവലപ്മെന്റ് ട്രെയിനിങ് വഴി കൊടുക്കുന്നത്. അവരുടെ സ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യമായ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും നൽകുക. അതിനെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് നൽകുന്നത് അല്ലെങ്കിൽ ട്രെയിനിങ് നൽകുന്നത് എന്തിനു വേണ്ടിയാണ്. ഇനി ഒരു 4 ടൈപ്സ് ഓഫ് ട്രെയിനിങ് പഠിച്ചു അല്ലെങ്കിൽ സ്റ്റാഫ് ഡെവലപ്മെന്റ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ന്യൂ എംപ്ലോയേഴ്സിനെ സെലക്ട് ചെയ്യും. എംപ്ലോയർ നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. അതായത് ആ ജോലി സ്ഥലം ഒന്ന് പരിചയപ്പെടുക, കൊളീഗ്സുമായിട്ട് ഒരു പരിചയം ക്രിയേറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എംപ്ലോയർ നൽകുന്ന ട്രെയിനിങ് ആണ്. ജോബ് ഓറിയന്റേഷൻ എന്താണ്? ഇൻഡിവിജ്വൽ ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ജോബിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നൽകുന്ന ട്രെയിനിങ് ആണ്. ദെൻ സർവീസ് എഡ്യൂക്കേഷൻ എന്തായിരുന്നു? ജോബിനോടൊപ്പം തന്നെ അവരുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യുന്നതിന് ആവശ്യം. ഓക്കെ. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്താ? ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണ്. ഓൺഗോയിങ് ആണ്. അതായത് പഠിത്തം കഴിയുന്നില്ല, അതെ, എല്ലാ ബേസിക് എഡ്യൂക്കേഷനും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും അതേ മേഖലയിൽ തന്നെ വീണ്ടും പഠനം കണ്ടിന്യൂ ചെയ്യുക, മറ്റെന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കുന്നതിന് വേണ്ടി. ഓക്കെ, മറ്റേതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക. അതിനെയാണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഈ ട്രെയിനിങ് ലഭിച്ചാൽ ഒരു സ്റ്റാഫിന് ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണെന്ന് പഠിച്ചു. എന്തൊക്കെയായിരുന്നു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള്? പുതിയ സ്കില്ലുകളും പുതിയ ഇൻഫർമേഷൻസ് എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുക. പിന്നെന്തായിരുന്നു? ടീച്ചിങ് ടെക്നിക്സുകൾ സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ആവശ്യമായ ടീച്ചിങ് ടെക്നിക്സുകൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് കോച്ചിങ് നൽകുക, ഓക്കെ, ട്രെയിനിങ് നൽകുക തുടങ്ങിയ കാര്യങ്ങൾ. ലേണിംഗ് നീഡ്സുമായി ബന്ധപ്പെട്ട ഓരോ യൂണിറ്റിലെയും ലേണിംഗ് നീഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെന്തായിരുന്നു? ഓരോ സ്കിൽ ഡെഫിസിറ്റ് ഏത് മേഖലയിലാണ്, ഏതാണ് ഒരു സ്റ്റാഫിനുള്ള കുറവ് എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ ട്രെയിനിങ് നൽകുക. അതിനുശേഷമാണ് നമ്മൾ നേഴ്സിംഗ് ഹൈറാർക്കി പഠിച്ചത്. ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാ? നേഴ്സിംഗ് ഡയറക്ടർ. അതിന് താഴെയായിട്ട് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നേഴ്സിംഗ് സൂപ്പർവൈസർ വരുന്നുണ്ട്. ആൻഡ് ഫോർത്ത് വൺ ആരാണ്? സ്റ്റാഫ് നേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നേഴ്സിംഗ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഈ ചാപ്റ്റർ നല്ല രീതിയിൽ വായിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ ആരും ലീവ് ചെയ്യരുത്. നെക്സ്റ്റ് സാറിന്റെ ക്ലാസ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ലീവ് ചെയ്തോട്ടെ. ബൈ. താങ്ക് യു മാം.